അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ ഗെയിമിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പെർസെപ്ഷൻ ആദ്യം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒപ്പീനിയനിലേക്ക് കടക്കും, അഭിപ്രായം. പിന്നെന്താക്കുന്നറിയോ, അത് ബിലീഫ് സിസ്റ്റം ആകും, വിശ്വാസം തന്നെ അങ്ങനെയാകും. പിന്നെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജന്മമെടുക്കുക. അതിനധിക സമയമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചേട്ടാ മനസ്സിലാവും. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു, മോളെ കല്യാണം. അപ്പൊ അങ്ങനെ കല്യാണത്തിനൊക്കെ അങ്ങോട്ടൊക്കെ അയച്ചു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് വിരുന്ന് വരുമല്ലോ. വിരുന്ന് വരുന്ന സമയത്ത് അമ്മായി ചോദിക്കാണ്, എങ്ങനെയുണ്ട് പുയ്യാപ്പിള എന്ന് ചോദിക്കുമ്പോ അവള് പറയും ചിരിച്ചോണ്ട്, ഒരു ചൂടനാന്നാ തോന്നണെന്നറിയും. അത് ചിരിച്ചോണ്ടാ പറയട്ടോ, തോന്നുന്നത് എന്നാ പറയാ. ആ തോന്നലിന്റെ പേരാണ് പെർസെപ്ഷൻ. ഒരു ചൂടനാന്നാ തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞ് അമ്മായി പിന്നെയും ചോദിക്കും, അല്ലടി എങ്ങനെയുണ്ട് ഇപ്പോ. അമ്മായികൾ അതൊക്കെ ചോദിക്കാം. കുറെ അങ്ങനത്തെ കുറച്ച് നല്ല അമ്മായികളുണ്ട്, ഗുരുത്തം കെട്ട അമ്മായികളുണ്ട്. നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും അമ്മായി ചോദിക്കും. ഉദാഹരണം പറയണ ഒരു അമ്മായി കേട്ടോ, അങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ പറയും, അമ്മായിയെ ചൂടൻ തന്നെയാണെന്ന്. ദാറ്റ് ഈസ് ഒപ്പീനിയൻ. 3 ദിവസം കൊണ്ട് അത് മനസ്സിലായിരുന്നില്ല, പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോ മനസ്സിലായതാണ് ആള് ചൂടനാണ്. കാരണം ഫോൺ വിളിക്കുന്ന സമയത്ത് പുതിയ എങ്ങനെ എത്തി നോക്കുമല്ലോ, അയാളുടെ ഡയലോഗ് എങ്ങനെയുണ്ട്, അയാളെ പറച്ചിൽ എങ്ങനെയുണ്ട്. കാണുന്നവര് മുഴുവൻ ചൂടായിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അയാൾ ചൂടനാന്നുള്ള കാര്യം ഉറപ്പല്ലേ. അത് ഒപ്പീനിയനാണ്, അഭിപ്രായമാണ്. പിന്നെ അയാൾ ഒരു ദിവസം ഇവളോട് വഴക്ക് കൂടി ആകെ എന്തൊക്കെയോ പറഞ്ഞ എന്നെ പെണ്ണ് കാണാൻ വന്നെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, അങ്ങട്ടാണ് ഇങ്ങട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും ഇയാളെ കുറിച്ചുള്ള വിശ്വാസം അതായി മാറി. ആ വിശ്വാസത്തിലേക്ക് കയറിയ 4ാമത്തെ ഭാഗം ഉണ്ടാവും. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനമാണ്. പിന്നെ വിളിച്ചാണ്ട് അറിയാം, മര്യാദക്ക് അവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല, നിങ്ങളാരാ എന്നോട് ചോദിക്കാൻ അങ്ങോട്ട് ചോദിക്കും. ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. കാരണം പെർസെപ്ഷനും ഒപ്പീനിയനും ബിലീഫ് സിസ്റ്റവും കഴിഞ്ഞാൽ പിന്നെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ മനോഭാവമാണ്, ഒരാളെ കുറിച്ചുള്ള മനോഭാവം. നിങ്ങളുടെ മഹലിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. എല്ലാരോടും തെറ്റി നടക്കുന്ന ആള്, 5 കൊല്ലം ഒരാളായിട്ട്, 3 കൊല്ലം ഒരാളായിട്ട്, 4 കൊല്ലം ഒരാളായിട്ട്, 5 കൊല്ലം ഒരാളായിട്ട്, അത് ചിലപ്പോൾ ചേട്ടനുണ്ടാകും, അമ്മോശനുണ്ടാകും, അമ്മാവനുണ്ടാകും, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ തെറ്റി പിന്നെ നമ്മളെ മേത്തേക്കും വരും. നമ്മളെ മേത്തേക്ക് തെറ്റിയിട്ട് കുറെ കാലം നമ്മളേറ്റേക്കും. അപ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ അതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുടുംബത്തിലുണ്ടാവും ചില കഥാപാത്രങ്ങൾ. കുടുംബസംഗമം കൂട്ടുന്ന സമയത്ത് മഹല്ലിൽ ഇപ്പൊ എന്താ ഒരു കുടുംബസംഗമം ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ കൂടിയിട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഏതെങ്കിലും ഒരു കാക്ക എവിടെ ഇരിക്കും, നാട്ടിലിരിക്കും, എവിടെ വരില്ല. ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടാവും. നിങ്ങളെ മഹലിൽ ഉണ്ടാവില്ല, നിങ്ങളാകെ 150 പേർക്കാരായതുകൊണ്ട് ഇതൊക്കെ കുറയും. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആറ്റിറ്റ്യൂഡ്. ഇനി ഒരു ഗെയിം കളിക്കുന്ന കുട്ടി, അവന്റെ ആദ്യത്തെ കൊലകൾ ഉണ്ടല്ലോ, ഫയർ ചെയ്തിട്ട് കൊല്ലല്, അപ്പൊ അവനൊരു തോന്നലേ ഉണ്ടാവുള്ളൂ. പിന്നെ അവന് ഒപ്പീനിയനിലേക്ക് കയറും, പിന്നെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് കയറും. പിന്നെ കൊല്ലലൊരു പ്രശ്നമല്ല എന്നുള്ളത് അവന്റെ ആറ്റിറ്റ്യൂഡായിട്ട് മാറും, അവന്റെ ടേസ്റ്റ് ആയിട്ട് മാറും. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഉമ്മാനോട് മൊബൈൽ ചോദിക്കുമ്പോ ഉമ്മ കൊടുക്കാത്തതിന്റെ പേരിൽ അപ്പൊ തന്നെ കത്തി കൊണ്ടുപോയിട്ട് ഉമ്മയുടെ ചങ്കിന് കുത്തുന്ന കുട്ടി എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഓൺലി ബിക്കോസ് ഓഫ് ഗെയിം. ഗെയിമിലൂടെ സംഭവിക്കുന്ന സാധനങ്ങളാണ്, ഗെയിമിലൂടെ സംഭവിക്കുന്ന സാധനങ്ങളാണ്. കൊന്നു ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, സർജനായ ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്ക്, അവർക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പേടിയൊന്നും ഉണ്ടാവില്ല. സ്വന്തം മക്കളെ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്വന്തം ഭാര്യയെ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ അവർക്ക് കോമൺ ആണ്. നമുക്ക് ആ പേടി, കാരണം ഇത് ചെയ്ത് അങ്ങനെ ആയതുകൊണ്ട്. എന്നോട് ഒരു ഹോസ്പിറ്റലോ, എല്ലാ ഹോസ്പിറ്റലൊക്കെ മോശമൊന്നും അല്ലട്ടോ, ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് മാനേജിംഗ് പോസ്റ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി ടോപ്പ് മാനേജറായിട്ട് ഇരിക്കാം. എന്റെ ഒരു പഴയകാല വിദ്യാർത്ഥിയാണ്, എന്റെ ആദ്യത്തെ സ്റ്റുഡൻസിൽ പെട്ടതാണ്, ഡിഗ്രിക്ക് പഠിച്ചിരുന്നവൻ. അപ്പൊ അവൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ചോദിച്ചു, എടാ നിനക്ക് ഇത്ര, അവന് 1.5 ലക്ഷം രൂപ സാലറി കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു, എടാ മലയാളത്തിൽ അങ്ങനെയൊക്കെ കിട്ടാൻ കുറച്ച് പണിയാ, കേരളത്തിൽ ഗൾഫിലൊക്കെ 1.5 ലക്ഷം ഒക്കെ കിട്ടുമായിരിക്കും, എന്തിനാ അതൊക്കെ ഒഴിവാക്കിയത്? അപ്പൊ അവൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? സാറേ, ഒരു ആംബുലൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ചോദിച്ചു. ഒരു ആംബുലൻസ് ഓപ്പറേഷൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ചോദിച്ചു. എന്നോട് ചോദിച്ച ചോദ്യം അവൻ ക്രോസ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നു. ഇവൻ പറഞ്ഞു, ഞമ്മക്കാകെ ബേജാറ് തോന്നും, ഞാൻ അഥവാ സെറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് പോവാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചില ഗസലോ നാത്തോ എന്തെങ്കിലും വെച്ച് പോവാണെങ്കിൽ ആംബുലൻസ് കാണുമ്പോൾ വേഗം ഓഫാക്കല. എനിക്കൊരു പേടിയാണ്, കാരണം നമ്മളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോകേണ്ടി വരാം. അപ്പൊ ജനങ്ങൾ ആഘോഷപൂർവ്വം പോകാതിരിക്കട്ടെ എന്നതിന്റെ സിമ്പലായിട്ടാണ് നമ്മളത് ഓഫാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു പേടി ആംബുലൻസ് ഇങ്ങനെ വരുമ്പോ. ആ സമയത്ത് ഇവൻ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇവൻ പറഞ്ഞ വാക്ക്, എന്നാ സാറേ എന്റെ ഹോസ്പിറ്റലിലേക്ക്, ഞാൻ മാനേജർ അല്ലേ, ഒരു ആംബുലൻസ് ഇങ്ങനെ വരുന്നത് എനിക്ക് എന്റെ റൂമിൽ നിന്ന് കാണാം, കാരണം ഗ്ലാസിന്റെ ഇതാണ്, ഇങ്ങനെ വരുന്നത് കാണുമ്പോ അതാ വരുന്നു 2 ലക്ഷം രൂപ എന്ന ചിന്താഗതിയാണ് എനിക്കുണ്ടാവുക.
എന്റെ മനസ്സങ്ങനെ മാറിപ്പോയി സാർ. അങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആശുപത്രി ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ ജനറലൈസ് ചെയ്ത് പറയില്ല. അവൻ പറഞ്ഞ കാര്യം പറയാം. 2 ലക്ഷം രൂപ അതാ വരും. ഈ മനസ്സെങ്ങനെ മാറിയെന്നറിയോ? വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ നാളെ ഒരു ഹോസ്പിറ്റലിന്റെ കഥ കേട്ടത്. ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. നാളെ ഞായറാഴ്ചയാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും അന്ന് ഡെലിവറിക്കുള്ള പെണ്ണുങ്ങൾക്ക് തിങ്കളാഴ്ച ഡേറ്റ് കൊടുത്തു. അപ്പൊ ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഡോക്ടർ പോവാണ് ഞായറാഴ്ച പ്രസവിക്കാതിരിക്കാൻ. കാരണം ഞായറാഴ്ച 30 കറങ്ങാൻ പോവാനുണ്ട്. ഞായറാഴ്ച പ്രസവിച്ചാൽ ഓടി വരേണ്ടി വരുമല്ലോ, ഗൈനക്കോളജിസ്റ്റ് അല്ലേ. അതുപോലും മാറ്റിവെക്കാൻ ഇഞ്ചക്ഷൻ പെയിൻ ഇല്ലാതെയാക്കിയിട്ട് ആ സാധു പിന്നെ സഹിച്ചങ്ങനെ കഴിയുന്നുണ്ട്. തിങ്കളാഴ്ച ഡോക്ടർ വരുമ്പോ ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോഴും വേദനൊന്നും തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് ഓപ്പറേഷൻസിനെ പോലും ഒരു വല്ലാത്തൊരു ആനന്ദമാക്കി മാറ്റുന്ന ഡോക്ടേഴ്സും ഉണ്ടാകാം. അതുകൊണ്ടാണ് കൊഴിഞ്ഞ കൊറോണ വന്ന സമയത്ത് ബില്ലിന്റെ എണ്ണം പറഞ്ഞിട്ട് കേരളത്തിന്റെ മഹാകവി പറഞ്ഞത്, ഈ കൊറോണ ബാധിച്ചിട്ട് രക്തം പോലും ഛർദിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ഛർദിലിൽ പോലും നാണയത്തുട്ടുകൾ തിരയുന്ന ഡോക്ടർമാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് കളിയാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയത് അതുകൊണ്ടാണ്. രക്തത്തിൽ പോലും നാണയത്തുട്ടുകൾ തിരയുന്ന ഡോക്ടർമാരുടെ കഥ പറഞ്ഞുകൊണ്ട്. എല്ലാ ഡോക്ടേഴ്സും അല്ല. ഈ ഒരു രീതിയിൽ നമ്മുടെ കുട്ടികൾ മാറുകയാണ്. നമ്മുടെ കുട്ടികളുടെ മെന്റാലിറ്റി മാറുകയാണ്. നമ്മൾ അറിയുന്നുണ്ടോ അത്? മാതാപിതാക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ല. അതിലടക്കാണ് ചില ചോദ്യങ്ങൾ. എവിടെ നിന്നുള്ള ചോദ്യങ്ങൾ? ഈ നിരീശ്വരവാദികളുടെ കയ്യിൽ നിന്ന്, യതീസ്റ്റുകളുടെ കയ്യിൽ നിന്ന്, ഡിങ്കോയിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്. അവരുടെ ചോദ്യങ്ങൾ വേറെയും. ആ ചോദ്യത്തിൽ അവരെ കൂടെ നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാരണം രക്ഷിതാക്കളുടെ അടുപ്പമില്ലായ്മയാണ്. രക്ഷിതാക്കൾ അവരെ കൂട്ടുകാരെ പോലെ കൊണ്ടു നടക്കുകയും അതിമനോഹരമായി നെഞ്ചിൽ ചേർക്കുകയും മക്കൾക്ക് എപ്പോഴും ഉപദേശം കൊടുക്കാതെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ കുട്ടികൾ എപ്പോഴും ഉമ്മയുടെ കുട്ടിയായി മാറുമായിരുന്നു. കുട്ടികൾ എന്നോട് കൗൺസിലിങ്ങിന് പറയാറുണ്ട്, എന്താടാ നീ ഉമ്മനെങ്ങനെ അത്രയും ഇതാക്കിയിട്ട്? ചിലപ്പം ഭർത്താവ് ഉണ്ടാവില്ല, ചിലപ്പം ഭർത്താവ് കടത്തിലായിരിക്കും. അങ്ങനെയുള്ള ഉമ്മ ഇങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെട്ടിട്ട് മകനെ വളർത്തുമ്പോൾ ആ മകൻ തെറിച്ചു പോവാ. അപ്പൊ ചോദിക്കുമ്പോ, സാർ ഞാൻ ഉമ്മന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. അവൻ കരഞ്ഞോണ്ടാ പറയാ കൗൺസിലിങ്ങില്. പക്ഷെ എന്റെ കൂട്ടുകാരെന്നെ കളിയാക്കി. എന്താ കൂട്ടുകാർ കളിയാക്കുക? ഇപ്പോഴും ഉമ്മാന്റെ കുട്ടി തന്നെ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു 10 ആൾക്കാർ ഉമ്മാന്റെ കുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണേ ഇന്ന് മാറണം. കാരണം കൂട്ടുകാരുടെ ഇടയിൽ ഒരു ബലം കിട്ടാൻ, കൂട്ടുകാർക്കിടയിൽ ബലം കിട്ടാൻ ഉമ്മയെപ്പോലും തിരസ്കരിക്കുന്ന കുട്ടികളുടെ ലോകം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പുസ്തകം വായിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. സോഷ്യൽ റീഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സാമൂഹ്യ വായന. ആ സമൂഹത്തിന്റെ വായന വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. അനേകായിരം കുട്ടികളെ കാണുന്ന ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ വിനയത്തോടു കൂടി പറഞ്ഞോട്ടെ, കുട്ടികളുടെ മെന്റാലിറ്റി ഇതിനെന്താ പ്രതിവിധി? നമ്മുടെ വീട്ടില് പഴയ കാലത്തെ പോലെ സുന്ദരമായ ഒരു ലോകത്തെ തീർക്കുക എന്നതാണ്. അതാണ് ഇതിന് പ്രതിവിധി. പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. MDMA പോലെയുള്ള സാധനങ്ങൾ കിട്ടാൻ ഇപ്പോ പുറത്തേക്ക് പോകേണ്ടതില്ല. മൊബൈലിൽ ബുക്ക് ചെയ്താൽ വീട്ടിലെത്തുന്ന ഒരു കാലമെന്ന് ഞാൻ 6 കൊല്ലം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്നത്തെ പ്രസംഗം ഒന്ന് എടുത്തു നോക്കി. മൊബൈലിൽ സെർച്ച് ചെയ്താൽ അത് വീട്ടിലേക്ക് എത്തുമെന്ന്. ഇപ്പൊ അത് കണ്ടില്ലേ, പത്രങ്ങളിലൊക്കെ കാണുന്നു. കുട്ടികൾക്ക് വീട്ടിലെത്തുന്ന ഒരവസ്ഥയിലേക്ക്. വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗൂഗിൾ മാപ്പിലൂടെ എവിടെയെങ്കിലും വെച്ച് കണ്ട് പോകും, ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കും, കുട്ടി അവിടെ പോയിട്ട് അതെടുക്കും, പേയ്മെന്റ് അതിനു മുമ്പ് നൽകിയിട്ടുണ്ടാകും. ഇങ്ങനെ കുട്ടികൾ മാറി. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ വീടാകണം. അതിന് ഒന്ന്, നമ്മുടെ വീടിന്റെ അന്തരീക്ഷം മാറ്റലാണ്. ഒന്നാമത്തെ അന്തരീക്ഷം, സമയം അധികമില്ലാത്തത് കൊണ്ട് ചുരുക്കി സംസാരിച്ചു കൊള്ളട്ടെ. ഒന്നാമത്തെ അന്തരീക്ഷം ദീനിയായ അന്തരീക്ഷത്തെ തിരിച്ചു പിടിക്കല. മഹല്ല് ഇപ്പൊ നിങ്ങള് പള്ളിയൊക്കെ കയറ്റുന്നുണ്ട്. ഞാൻ ഉപദേശിക്കല്ല, നിഷ്കർഷിക്കുവല്ല, ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാം. ഈ കണ്ട ആളുകൾക്ക് മൊത്തത്തിൽ വരാൻ പറ്റുന്ന, ആണുങ്ങൾക്ക് പറ്റുന്ന പള്ളിയാണ് നമ്മുടെ പള്ളി. സുബഹിക്ക് എത്ര പേരുണ്ടാകുമെന്നളന്നാൽ മതി. അബുൽ ഹസൻ അൽ-നദവി സാഹിബ് പറയുന്നുണ്ട്, ഒരു നാടിന്റെ ഈമാൻ അളക്കാൻ ആ നാട്ടിലെ പള്ളിയിൽ നിങ്ങൾ സുബഹിക്ക് പോയി നോക്കിയാൽ മതി എന്ന്. ഒരു നാടിന്റെ ഈമാൻ അളക്കാനുള്ള സ്കെയിലോമീറ്റർ ആണത്, ഒരു നാടിന്റെ ഈമാൻ. കാരണം സുബഹിക്ക് എത്ര പേര് പള്ളിയിൽ വരുന്നുണ്ട്? സുബഹിക്ക് പള്ളിയിൽ പോകാതെ കിടന്നുറങ്ങുന്നവനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എത്ര ഹദീസാണുള്ളതെന്നറിയോ? ഒരു ഹദീസ് ഇങ്ങനെയാണ്, മുനാഫിക്കുകൾക്ക്, അങ്ങനെ തന്നെ തുടക്കം, മുനാഫിക്കുകൾക്ക് അഥവാ മുനാഫിക്കാരാ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഖുർആന്റെ ആയത്താണ്. നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിൽ ഒരു ഉറപ്പായും അത് മുനാഫിക്കുകളായിരിക്കുമെന്നാണ്. മുനാഫിക്കിന്റെ അടയാളമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് 3-4 അടയാളങ്ങളാണ്.
ആ അടയാളങ്ങൾക്കും അപ്പുറം അതിലെ നാലാമത്തെ അടയാളം കേൾക്കുമ്പോൾ ഒന്നും കൂടി ശക്തമാവും. പരസ്പരം പിണങ്ങിയാൽ ചീത്ത വിളിക്കുക എന്നാണ് ഒരു അടയാളം പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മളാകെ പഠിച്ചു വെച്ച ഇതല്ലേ നമ്മൾ പഠിച്ചത്. വാക്ക് പറഞ്ഞാൽ പാലിക്കില്ല, പിന്നെ ഇത് പറഞ്ഞാൽ വഞ്ചിക്കും, അതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം പരസ്പരം പിണങ്ങിയാൽ ചീത്ത വിളിക്കും. നമ്മളാരും ഇത് പറയാനേ നിൽക്കല്ലേ, കാരണം നമ്മൾ പിണങ്ങിയിട്ട് തളർത്തിക്കണവരാണ്. പിന്നെ ഈ അതീത് എങ്ങനെ പറയാ? പരസ്പരം പിണങ്ങിയാൽ ചീത്ത വിളിക്കുന്നവർ മുനാഫിക്കീങ്ങൾ എന്നാണ് വ്യക്തമായ ഹദീസാണ്. അതിൽപ്പെട്ട ഒന്നാണ്, ഒരു ഹദീസാണ്, അഥവാ സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവും രണ്ടും കുറച്ച് ടഫാ. മഗ്‌രിബിന് എല്ലാവർക്കും പള്ളിയിലെത്താൻ പറ്റും, കാരണം കുറഞ്ഞ നേരാണ്. പോയില്ലെങ്കിൽ ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിന്റെ നിസ്കാരം മഗ്‌രിബ്, അന്തരീക്ഷത്തിന്റെ നിസ്കാരം. ഇഖ്ലാസിന്റെ നിസ്കാരമുണ്ട്, അന്തരീക്ഷത്തിന്റെ നിസ്കാരമുണ്ട്. നോമ്പ് വരുമ്പോ എല്ലാവരും നോമ്പ് വെൽക്കും അല്ലേ? അതാക്കും. കാരണം അതൊരു അന്തരീക്ഷത്തിന്റെ നോമ്പാണ്. എന്നാൽ വ്യാഴവും വെള്ളി നോമ്പ് വെൽക്കാന്നുള്ള പരിപാടി ഉണ്ട് സുന്നത്ത്. അത് എപ്പോഴെങ്കിലും നോറ്റ് വെക്കുക എന്നുള്ള ഇഖ്ലാസിന്റെ ഒരു വേറൊരു സാധനമാണ്. അത് നമുക്ക് എവിടെയും പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതേപോലെ ഒന്നാണ് ഇശാ നിസ്കാരത്തിനും സുബഹി നിസ്കാരത്തിനും ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. മുനാഫിക്കീങ്ങൾക്ക് അതൊരു ഭാരമാണ് എന്നാണ്. ആ ഹദീസ് അങ്ങനെയാണ്. ഇശക്കും സുബഹിക്കും പള്ളിയിൽ ജമാഅത്തിന് ഹാജരാവുക എന്നത് മുനാഫിക്കീങ്ങൾക്ക് ഭാരമേറിയതാണ്. അപ്പൊ അതിന്റെ ഡയലോഗ് കൊടുക്കാൻ പോണത് നിങ്ങൾ പറയും. അപ്പൊ സുബഹി നിസ്കാരം പള്ളി അങ്ങനെ വരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിമർശിക്കല്ലോ, അങ്ങനെ നോക്കുമ്പോ പഴയ ആ ഓടിന്റെ ഇഖ്ലാസിന്റെ പള്ളി തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. അവിടെ ഒരുപാട് കണ്ണുനീരുണ്ടാവും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അറിയുന്ന ഒരു പള്ളി പൊളിക്കാൻ സമയത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് പെട്ടെന്ന് ഒരാള് പൊളിക്കാനുണ്ടാവൂല്ലോ ചിലടത്തൊരു ചടങ്ങ്, പിക്കാസെടുത്ത് കൊത്താൻ നിന്നപ്പോ കൊത്തല്ലേ, ഒരുപാട് കണ്ണുനീര് വീണിട്ടുള്ള എന്താണ് ഇതാണ്, അഥവാ പള്ളിയാണ് ഇത് എന്ന്. ഒന്ന് തകർക്കുമ്പോ ഒരു മരം വെട്ടുമ്പോഴേ വെട്ടാൻ നല്ല എളുപ്പാ, പക്ഷെ ഏതോ ഒരു മനുഷ്യൻ കുഴിച്ചിട്ടൊരു സാധനമാണ്. ആ മനുഷ്യനെ ഒന്ന് ഓർക്കാതെ അത് വെട്ടരുത്. നമ്മുടെ വീട്ടിൽ മാവുണ്ടാവും, പ്ലാവുണ്ടാവും, നമ്മുടെ വെള്ളിപ്പ വെച്ചതായിരിക്കും. മരം വെട്ടനെ കൊടുത്തിട്ട് ഒരൊറ്റ വാളേക്കലാണ്. ആ വാള് വെക്കുന്നത് നമ്മുടെ പിതാമഹന്റെ ചങ്കിൽ കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. കാരണം അവര് വെച്ചതായി കണ്ട തെങ്ങുകളും ഇക്കണ്ട മാവുകളും ഇക്കണ്ടതൊക്കെ. അതുകൊണ്ട് ഒരു മരം വെട്ടൽ കുറച്ച് എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ ഒരു മരം വളരെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇതേപോലെ നമ്മുടെ പള്ളിയില് നമ്മൾ എത്ര പേര് ജമാഅത്തിനെത്തുന്നു, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എത്ര തിരക്ക് പിടിച്ച ജീവിതമായാലും രാവിലെ പള്ളിയിലെത്തുക എന്ന്, അതേപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും എക്സസൈസ് ചെയ്യുക എന്ന്. മനുഷ്യന് ഒരുപാട് കടമകളുണ്ട്. ശരീരത്തോടുണ്ട്, ബുദ്ധിയോടുണ്ട്, ഹൃദയത്തോടുണ്ട്, ആത്മാവിനോടുണ്ട്. 4 ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ ശരീരത്തോട്, അത് ഫിസിക്കലാണ്. ഇമോഷണൽ നമ്മുടെ ഹൃദയത്തോട്, ഇന്റലക്ച്വൽ നമ്മുടെ ബുദ്ധിയോട്, പിന്നെ സ്പിരിച്വൽ നമ്മുടെ ആത്മാവിനോട്. ഇത് 4ഉം കൂടി പൂർത്തിയാക്കുമ്പോഴാണ് ഒരു മുസൽമാനാകുന്നത്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വാളേന്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുസ്ലിം ആയിട്ടില്ലല്ലോ, വാളേന്തിക്കൊണ്ട് ഞാൻ പിന്നെ ആ വാളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പ്രവാചകനെ അഥവാ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്തുമെന്ന രീതിയിൽ പോകുമ്പോ എന്റെ മനസ്സിൽ ഒറ്റ ആശങ്കയെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പുറത്ത് ഹംസയുണ്ടല്ലോ എന്ന്. കാരണം ഹംസ ഒരു അഭ്യാസിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അഭ്യാസത്തിന് ഇതിനൊന്നും അല്ല നിൽക്കേണ്ടത്, പക്ഷെ എക്സസൈസ് ഓരോ മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. നമ്മൾ ചെയ്യാറുണ്ടോ? അപ്പൊ നമ്മൾ പറയാം അടുക്കളയിൽ എപ്പോഴും പണിയാ സാറേ, വേറെ ചിലവരും പറമ്പില് പണിയാണെന്ന്. സ്ട്രെസ്സോട് കൂടി ഒരു പണിയെടുത്ത് എക്സസൈസ് ആവില്ല, ആനന്ദത്തോടു കൂടി ചെയ്യുമ്പോഴാണ് എക്സസൈസ് ആകുന്നത്. സ്ട്രെസ്സോട് കൂടി നടക്കാൻ പോയാൽ നടന്നോടത്ത് ചിലപ്പം അറ്റാക്ക് ആയിട്ട് വീഴും. നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ട് നടക്കാൻ പോയാൽ പോണ്ടെന്നല്ല പറഞ്ഞത്. അപ്പൊ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് രസകരമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനൊരു അരമണിക്കൂറെങ്കിലും ചെലവാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോവാട്ടോ. നിങ്ങൾക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ ചെറുപ്പക്കാരെ നമ്മൾ ഇതിലേക്ക് കിട്ടണമെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അദ്ദേഹത്തോട് ബന്ധമുണ്ടാവുമല്ലോ. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു പള്ളിയിൽ പോയി. വലിയ പള്ളിയാണ്, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വലിയ മദ്രസയാണ് പള്ളി. അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ 7 ടറഫുകളാണ്, 7 ടറഫുകൾ അതിന്റെ ചുറ്റുവട്ടത്ത്. ഓസ്ട്രേലിയയിൽ മെൽബണിൽ. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ഭയങ്കര ഫിക്കറുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ സുലൈമാൻ സാഹിബ്, എന്നെ പണ്ടേ സാഹിബ് എന്നെ വിളിക്കുക, അങ്ങനെ വിളിക്കണ്ടെന്ന് ഞാൻ കുറെ പറഞ്ഞിട്ടും പറഞ്ഞു. സുലൈമാൻ സാഹിബേ, നമുക്കും വേണം ഇങ്ങനൊരു പള്ളി നമ്മളെ നാട്ടിലുണ്ടാക്കുക.
ചെറിയ മക്കളൊക്കെ കളിക്കാൻ വരുന്നു, യുവാക്കളൊക്കെ കളിക്കാൻ വരുന്നു. അങ്ങനെ കളിക്കാൻ വന്നിട്ട് അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രത്യേക ഇടം തന്നെ ഉണ്ട്. കാരണം വിയർപ്പുണ്ടാകുന്നതുകൊണ്ട്. വിയർപ്പ് നജസല്ലല്ലോ. വേണോ വേണ്ടേ നിങ്ങള്? അവിടെ കോട്ടക്ക അത് പറഞ്ഞതുകൊണ്ടാണ് അത് പറഞ്ഞത്. എല്ലാ മഹലിലും ഇത് പറയാൻ പറ്റൂല. അല്ലോ വയസ്സന്മാര് പറഞ്ഞു പള്ളിന്റെ സ്ഥലമൊക്കെ പാടെ ഇത് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ താങ്ങി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല പരിപാടി. കാരണം നമുക്കറിയാലോ ആൾക്കാരുടെ ഓരോരുത്തരുടെയും പാവം വയസ്സന്മാർക്ക് അതെ പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിട്ടായിരുന്നു എന്നാ നമ്മൾ അറിയണ്ടേ. മസ്ജിദുൻ നബവിയുടെ മുറ്റം കുട്ടികൾ സുന്ദരമായി എക്സസൈസ് ചെയ്തിരുന്നതായി നിങ്ങൾ ഹദീസ് പഠിക്കുക. കുട്ടികൾ പരസ്പരം ദ്വന്ദ്വയുദ്ധം നടത്തുന്ന സമയത്ത് അതിന് നല്ല രസകരമായിട്ട് അത് കണ്ടുനിന്ന ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് നിങ്ങൾ പഠിക്കും. മസ്ജിദിന്റെ സൈഡിലൂടെ ഓടിക്കളിക്കുന്ന കുട്ടികളെ കളിപ്പിച്ചിരുന്ന പ്രവാചകനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കും. ചെറിയ കുട്ടികളൊന്ന് തളർന്നു വീഴുമ്പോ അല്ലെങ്കിൽ ഓടി നടക്കുന്ന സമയത്ത് വീണപ്പോ മിമ്പറിൽ നിന്ന് ഖുതുബ നിർത്തിയിട്ട് വന്നിട്ട് തന്റെ പേരക്കിടാവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നല്ല രീതിയിൽ ഇരുത്തിയിട്ട് പിന്നെയും ഖുതുബ നിർവഹിക്കാൻ പോയ റസൂലുള്ളാഹിയെ കുറിച്ച് നിങ്ങൾ പഠിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടും മറ്റുള്ളവരെ കുറിച്ചിട്ടും സുന്ദരമായി കവിത എഴുതിയ കവിക്ക് മസ്ജിദുൻ നബവിയുടെ ഭാഗത്ത് പീഠം വെച്ചു കൊടുത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പഠിക്കും. സ്വലാസമയുടെ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ പോരല്ലോ, എല്ലാം നമ്മൾ പഠിക്കണ്ടേ? എല്ലാം പഠിക്കണ്ടേ? ഖന്തക്കിന്റെ കടങ്ങ് കയറുമ്പോ പഠിച്ചു നോക്കി നിങ്ങൾ. വിശന്ന് വലഞ്ഞിട്ട് സഹാബാക്കൾ ഇങ്ങനെ തളർന്നു വീഴാണ്. തളർന്നു വീഴുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ? ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിശന്ന് നിൽക്കുന്ന ഖന്തക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേ തല നിങ്ങേ തല വരെ കീറണം, ഇങ്ങോട്ട് ശത്രുക്കൾ വരാതിരിക്കാനാണ്. ആ സമയത്ത് പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശൽ ആഖിറ ഫഅഫിറുൽ അൻസാറ വൽ മുഹാജിറ എന്ന കവിത ചൊല്ലുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. താരീഖ് പഠിക്കും നമ്മൾ, അല്ലെങ്കിൽ ഉസ്താദ്മാരോട് ചോദിക്കും. അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശൽ ആഖിറ, അല്ലാഹുവേ തീർച്ചയായിട്ടും ഏറ്റവും വലിയ സന്തോഷം ആഖിറത്തിന്റെ സന്തോഷമാണ്. ആയിഷ എന്ന് പറഞ്ഞാൽ അതീവ സന്തോഷം എന്നാണ് അർത്ഥം. അതീവ സന്തോഷവതിയാണ് ആയിഷ എന്ന് വിളിക്കുക. അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശൽ ആഖിറ ഫഅഫിറുൽ അൻസാറ വൽ മുഹാജിറ, അതുകൊണ്ട് അൻസാരികൾക്കും മുഹാജിറുകൾക്കും നീ പൊറുത്തു കൊടുക്കണമേ എന്ന് വിശ്വാസം കവിത ചൊല്ലുകയാണ്. പറയാൻ നമ്മൾ മടിക്കണ്ട, താരീഖ് പഠിച്ചു നോക്കി. ഒരു വരി, ആ വരി പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും കൂടി തിരിച്ചിങ്ങോട്ട് നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ത്യാഗസ്മരണയോട് കൂടി ജീവിക്കാമെന്ന് ഞങ്ങൾ ഇതാ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തവരാണ്. നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. കവിതകൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി ചൊല്ലിയതും അതിന് മറുപടിയായി സഹാബാക്കൾ ചൊല്ലിയതും പഠിക്കും. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രൊമോഷൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക്. സുന്ദരമായി നല്ല വരികൾ എഴുതാൻ കഴിവുള്ള കുട്ടികളുണ്ടാകും. സുന്ദരമായി നന്നായിട്ട് പ്രബന്ധം രചിക്കാനുള്ള കുട്ടികളുണ്ടാകും. അവരുടെ ഇടമേതാണ്, അവരുടെ സ്ഥലമേതാണ്? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. 7 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പുസ്തകം വായിപ്പിച്ചിട്ട് ആ വായിച്ച പുസ്തകത്തിന്റെ സിനാപ്സിസ് എഴുതിപ്പിച്ചിട്ട് അതിലെ മുഴുവൻ കാര്യങ്ങളും പ്രസംഗിപ്പിച്ചിട്ട് കിടന്നുറങ്ങിയിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ എത്ര അദ്ദേഹത്തെ വിമർശിച്ചാലും എനിക്ക് വിമർശിക്കാൻ കഴിയില്ല. അത് ജനാബ് MP അബ്ദുൽ സമദ് സമദാനി സാഹിബാണ്. അദ്ദേഹം ഡിഗ്രിക്കും പിന്നെ PGക്കും റാങ്കുകാരനാണ്. PGക്ക് 1ാം റാങ്കുകാരനാണ്. അദ്ദേഹം അത് പ്രസംഗത്തിൽ പറയില്ല എന്ന് മാത്രം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് അദ്ദേഹം. രാഷ്ട്രീയമേതുമാകട്ടെ, ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിന്റെ നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞു നോക്ക്. അന്ന് അദ്ദേഹം പഠിപ്പിച്ച് വിട്ടതാണ്. ഇന്നും നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് നമ്മൾ അത് വായിച്ചിട്ടില്ലെങ്കിലും എന്താണ് ഈ അടിമ വംശമെന്നും കിൽജി വംശമെന്നും തുഗ്ലക് വംശമെന്നും സയ്യിദ് വംശമെന്നും ലോധി വംശമെന്നും വ്യക്തികളുടെ പേര്. ഞാനൊരു ഹിസ്റ്ററി വിദ്യാർത്ഥിയല്ല. ഹിസ്റ്ററി വായിച്ചിട്ട് പ്രസംഗിക്കാൻ പറയും നമ്മളോട്, സിനാപ്സിസ് എഴുതിയിട്ട്. പിന്നെ ഹിസ്റ്ററി പഠിക്കല്ല എന്ന് വൃത്തിയില്ല. അങ്ങനെ കുട്ടികൾക്കുള്ള ഈറ്റില്ലമായി മാറണ്ടേ നമ്മുടെ പള്ളികൾ? നമ്മുടെ പള്ളികൾ അങ്ങനെ മാറേണ്ടതാണ്. ഓരോ രംഗത്തിലും കുട്ടികൾക്ക് അറിവുണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ച് വായിച്ച് പഠിച്ച് പ്രബന്ധമോ അല്ലെങ്കിൽ പ്രഭാഷണമോ നടത്തി. എന്തുകൊണ്ടാണ് ദാറുൽ ഹുദയിലെ കുട്ടികൾ പലരും മിടുക്കരായ വിദ്യാർത്ഥികളായതെന്ന് പ്രഭാഷകരായതെന്നറിയോ? എല്ലാവരും അല്ലെങ്കിലും ദാറുൽ ഹുദയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ടോപ്പ് വിദ്യാർത്ഥി അവരെന്നെ പറയാനുള്ളത് അലവിക്കുട്ടി ഹുദവിയാണ്. ഞാൻ മുമ്പ് പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോ പിന്നെ നമ്മുടെ ദുബായ് കോർട്ടിലെ ജഡ്ജിന്റെ തർജ്ജമക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രഭാഷണത്തിനൊരു നിബന്ധനകളുണ്ട്.
ദാറുൽ ഹുദയിൽ ഒരു ബെയ്ത്ത് തന്നെ ഉണ്ട്. ആ ബെയ്ത്ത് ഇങ്ങനെയാണ്. എന്ത്? പിന്നെ ദാറുൽ ഹുദയിലുള്ള അലവിക്കുട്ടി, അലവി അൽ ഹുദവി അൻതൽ ഹുദവി ലൈസൽ ഹുദവി ഇല്ലൽ അലവി. ദാറുൽ ഹുദയിലെ ബെയ്ത്താണ്. അലവി അൽ ഹുദവി അൻതൽ ഹുദവി ലൈസൽ ഹുദവി ഇല്ലൽ അലവി. അലവി അല്ലാതെ ഒരു ഹുദവി ഇല്ല, അലവിക്കുട്ടി നീയാണ് ഹുദവി. ബഹാവുദ്ദീൻ നദവി സാഹിബ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ വരുന്നു എന്ന് പറഞ്ഞത് സന്തോഷം മൂപ്പരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഇങ്ങനെ കുട്ടികളെ മിടുക്കരാക്കണ്ടേ നമ്മൾ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് ഇത് ഏത് കാലത്ത് നടപ്പിലാക്കണ്ടേ. വയസ്സായ കാലത്ത് ആരും പ്രഭാഷണം തുടങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകർ എടുത്തു നോക്കുക. ആരെങ്കിലും 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയവരുണ്ടോ? നിങ്ങൾ പറ. ആരെങ്കിലും സുന്ദരമായി 40-ാമത്തെ വയസ്സിൽ പ്രസംഗം തുടങ്ങിയ? ഇല്ല. അവര് കുട്ടിക്കാലത്തെ തുടങ്ങിയ പരിപാടിയാത്. ചിലപ്പോ പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അതിന് അവസരം കൊടുക്കണ്ടേ നമ്മുടെ കുട്ടികൾക്ക്? അത് മീലാദ് ഷരീഫ് എന്ന് പറയുന്ന പരിപാടിയിൽ 5-ാം ക്ലാസ്സോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചില്ലേ? അന്ന് നന്നായിട്ട് പ്രസംഗിച്ചിരുന്ന കുട്ടികൾ ഇന്നിവിടെ, അന്ന് നന്നായിട്ട് കവിത എഴുതിയിരുന്ന കുട്ടികൾ ഇന്നിവിടെ. അവിടെയെല്ലാം നമ്മൾ മാറ്റി നിർത്തിയില്ലേ? കാലഘട്ടം പിന്നീട് തിരിച്ചു വിളിച്ചോ അവരെ? ഇല്ലല്ലോ. ഗൾഫിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെ പ്രതിഭകളായ കുട്ടികൾ. എന്നിട്ട് അവിടുത്തെ പരിപാടിക്കൊന്നും പാടി വെക്കും പാവങ്ങൾ. ഇവിടുത്തതെല്ലാം മറന്നിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ പ്രതിഭകളെ വാർത്തെടുക്കുന്ന വീടായി നമ്മുടെ വീട് മാറണം, നമ്മുടെ മഹല്ല് മാറണം. പ്രതിഭകളെ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ലൈബ്രറി ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ 50 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ ചുരുങ്ങിയത് 1 ലക്ഷം രൂപയുടെ പുസ്തകമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ വളരുക. നമ്മുടെ കുട്ടികൾ വായിച്ചു വളരുക. അവരെ കൊണ്ടത് വായിപ്പിച്ച് ശീലിപ്പിക്കണം. അടിപൊളിയായിട്ട് ഇൻഫർമേഷൻസും ഇമോഷൻസും അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ പ്രതിഭകളായിട്ട് വളർത്തണം. അല്ലാതെ കേവലം പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല നമുക്കുണ്ടാകേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ ഏതെന്നറിയോ? ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഏതെന്നറിയോ? ഭൗതികപരമായി, അത് ഏറ്റവും ഭൗതികപരമായി ഏറ്റവും ടോപ്പ്. ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, കലക്ടർ അല്ല, ഒന്നുമല്ല. അതൊക്കെ ആയിക്കോട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ സോഷ്യൽ റിഫോമർ എന്നതാണ്. സോഷ്യൽ റിഫോമർ, സമൂഹത്തെ മാറ്റിമറിക്കുന്ന വ്യക്തികൾ. അത് എഴുത്തിലൂടെ ആകട്ടെ, പ്രഭാഷണത്തിലൂടെ ആകട്ടെ, ഇടപെടലിലൂടെ ആകട്ടെ, ഓർഗനൈസിംഗിലൂടെ ആകട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ ഓർക്കുന്നത്? ജനാബ് ബനാത്തുവാല സാഹിബ് പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബനാത്തുവാല സാഹിബ് ഒരിക്കൽ ഇതേപോലെ തന്നെ ദാറുൽ ഹുദയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ടെർമിനോളജി, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ അറിയാൻ കുറച്ച് പണിയാണ്. ദ ടെറിഫിക് മെന്റാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുക. ടെറിഫിക് എന്താണെന്ന് ശരിക്കും പഠിക്കണം. അപ്പൊ അതിന് ഒന്ന് തർജ്ജമ ചെയ്യാൻ അവിടെ ആളില്ലാതെ വന്നപ്പോ ഉണ്ടായിരുന്നു. പക്ഷേ ആര് ചെയ്യുമെന്ന ചോദ്യത്തിന് അന്നത്തെ അതിന്റെ അധികാരി എഴുന്നേറ്റ് നിന്റെ മക്കളെ, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ്, ഞാൻ ഒരാളെ പ്രൊമോട്ട് ചെയ്യല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ ആരാതെന്ന് തർജ്ജമ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞപ്പോ ബാക്കിലെ ബെഞ്ചിൽ നിന്ന് ഒരു 13 വയസ്സുകാരൻ എഴുന്നേറ്റ് വന്ന്, വെറും 13 വയസ്സുള്ള കുട്ടി. ആ കുട്ടി നേരെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അന്ന് ജനാബ് ഈ പറയുന്ന ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബിനെ തർജ്ജമ തുടങ്ങിയത് ആ കുട്ടിയുടെ പേരാണ് നിങ്ങൾ പറയുന്ന സിൻസാറുൽ ഹക്ക് എന്ന് പറയുന്ന കുട്ടി. ആ 13-കാരനാണ് അന്ന് ആ പാവം മനുഷ്യന് തർജ്ജമ ചെയ്ത കുട്ടിയുടെ പേരാണ്. അപ്പൊ നമ്മുടെ മക്കൾ എന്നാണ് ഇനി വളരുക? നമ്മുടെ കുട്ടികളെ എന്നാണ് നമ്മൾ വളർത്തുക? ഈ ഗെയിമിനെ വിട്ടുകൊടുക്കലാണോ നമ്മുടെ ഉത്തരവാദിത്വം? ഞാൻ വഴക്ക് പറയുന്നത് പോലെ പറയുന്നു നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയാം. നമ്മുടെ പെൺകുട്ടികളെ ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. വിവാഹം ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ ആള് കിടന്ന് പായുണ്ടാവും, അവിടുത്തെ എല്ലാവരും. പക്ഷെ അവിടുത്തെ പെൺകുട്ടികളെ പരിപാടി എന്താണെന്നറിയോ? ഞാൻ നാളെ ഒരു ക്യാമറക്കാരനോട് വെറുതെ ചോദിച്ചു, എന്റെ കുടുംബത്തിന്റെ ഒരു കല്യാണത്തിന് എത്ര ഫോട്ടോ എടുത്തു? 7200. നേരം മുഴുത്താണ്ട് അടി തുടങ്ങുക. ഒരു കല്യാണത്തിന് 5 ഡ്രസ്സാണ്. കാരണം രാവിലെ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഡ്രസ്സ്, അത് പിന്നെ അവരിങ്ങോട്ട് വരുമ്പോ കാണരുത്. ഇവിടെ അവര് വരുമ്പോ നമ്മൾ വേറെ ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മഞ്ഞ കല്യാണം, റോസ് കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമ്പോ വേറെ ഡ്രസ്സ്. അങ്ങോട്ട് അവസാനം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ വേറെ. ഇതൊക്കെ അവിടെ മാറാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് എവിടുന്ന് അവർ കണ്ടെത്തിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനാണ് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആണുങ്ങളുടെ ഡ്രസ്സും വില കൂടിയതൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നാളെ ഞാനൊരു കൗൺസിലിംഗിൽ ബന്ധപ്പെട്ട് ഒരുത്തന് 28,000 റുപ്യന്റെ കുപ്പായ ഉണ്ട് എന്നുള്ളത് ഞാൻ അന്നറിയണം. 28,000 റുപ്യന്റെ കുപ്പായിട്ടിട്ട് വാപ്പാക്ക് ചൂടായിട്ട് വാപ്പന്റെ അടുത്ത് കൗൺസിലിംഗിന് ഉണ്ടെന്നിരുന്നു. 28,000 ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് 3,000 4,000 ഒക്കെ ഇട്ടോട്ടെ, 28,000 കുപ്പായ എന്തിനെന്ന് പറഞ്ഞു. അതില്ലായല്ല. പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളുടെ ഡ്രസ്സിന് അപാര വിലയാണ്. പാർട്ടി വെയർ വാടക 5,000. പിന്നെ ഡ്രസ്സിന്റെ കഥ ആലോചിക്കണം. ഇങ്ങനെ ഇട്ടിട്ട് ഒരു കല്യാണം വരിക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. എന്നാൽ എന്താ വ്യക്തിത്വം എന്നറിയോ? വ്യക്തിത്വം എന്താണെന്നറിയോ? ഒരേ ഡ്രസ് കോഡിൽ നടക്കലാണ്. പല ഡ്രസ്സ് മാറ്റി മാറ്റി നടക്കലല്ല.
കളറുകൾ നമ്മൾ ചേഞ്ച് ആക്കാം. ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി എന്ന അർത്ഥത്തിൽ പറഞ്ഞോട്ടെ, എത്ര പൈസ ഉണ്ട്, എത്ര ഇതുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കോലത്തിലല്ലേ മുമ്പ് നടക്കുള്ളൂ. നമ്മുടെ ഒരു പ്രധാനമന്ത്രി എന്ന അർത്ഥത്തിൽ നമ്മൾ പറയണം. APJ അബ്ദുൽ കലാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഇസഡ് കാറ്റഗറി ഡബിൾ ആയിരുന്നു, വലിയ സയന്റിസ്റ്റ് ആയിരുന്നു, വലിയ 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 സയന്റിസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് ആകെ 4 കോട്ടും 4 പാന്റും എല്ലാം ആഷ് കളർ അല്ലാതെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പണ്ട് കറുപ്പ് ഉപയോഗിച്ചു, അത് മാറ്റി പിന്നെ ആഷാക്കി. എന്തിനങ്ങനെ ഉപയോഗിക്കണമെന്നറിയോ? എനിക്ക് എത്ര ഡ്രസ്സാണ് ഉള്ളത് എന്ന് ആളുകൾ അറിയാതിരിക്കാൻ. ഏറ്റവും കൂടുതൽ വില എപ്പോഴാണെന്നറിയോ? ഇവിടെ വന്നിട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇവിടുത്തെ നാട്ടുകാരായതിന്റെ കോർഡിനേറ്റർ നല്ല കുപ്പായം തുണിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പ്രസംഗിക്കുന്നതെല്ലാം അന്തസ്. അത് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ആൾക്കാരുടെ നല്ല ഡ്രസ്സൊക്കെ വേണം. പക്ഷേ കിടന്ന് അധ്വാനിച്ചിട്ട് ആകെ മുടിയൊക്കെ ഇങ്ങനെ ആയിട്ട് വേർത്ത് കുളിച്ചിട്ട് ആളുകൾ വന്നോ എന്നൊക്കെ നോക്കിയിട്ട് അവസാനം കൈയൊക്കെ തെരച്ചു വെച്ചിട്ടുള്ള പ്രസംഗം ഉണ്ടല്ലോ, അത് ആത്മാർത്ഥതയുടെ പ്രസംഗമാണ്. ഇതേപോലെ കല്യാണ വീട്ടിൽ ഓടി നടന്ന് ആളുകളെ സൽക്കരിച്ച് അവരെ ഭക്ഷണം കഴിച്ചോ എന്ന് ചൊല്ലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റ ഡ്രസ് ഇട്ട് നടക്കുന്ന പെൺകുട്ടിയെ ആ വീട്ടിലെ എല്ലാ മനുഷ്യർക്കും ആരാധനയാണ്, അല്ലെങ്കിൽ അവളോട് ആരാധന എന്ന് പറഞ്ഞുകൂടെ, അവളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം അവൾ ഓരോ ഗോസിപ്പിന് വേണ്ടി പോയില്ല, മൊത്തം മനുഷ്യരെ ഡീൽ ചെയ്യാനാണ് അവൾ ശ്രമിച്ചത്. അതുകൊണ്ട് നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് തകർക്കരുത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബജറ്റ്. ആ ബജറ്റ് തകർന്നു പോയാൽ നമ്മൾ ആപ്പതിച്ചു പോകും, നമ്മൾ വലിയ കടക്കാരനായി പോകും. നമുക്കൊരു ബജറ്റ് ഉണ്ട്. ഇവിടെ ആണുങ്ങളോട് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി കയറുമ്പോ ഏറ്റവും നല്ല പരിപാടി എന്താണെന്നറിയോ? ഈ സോഫ ആർക്കിട്ടതാന്നറിയോ? നിങ്ങള് ടെക്സ്റ്റൈൽസിൽ സോഫ ആർക്കിട്ടെടുത്തതാ? തളർന്നിരിക്കാനുള്ള ഞമ്മക്ക്. ആണുങ്ങൾക്ക് ഇട്ടെടുത്തതാ സോഫ. വെള്ളമൊക്കെ അങ്ങോട്ട് വരും തളരുമ്പോ. ഇവരങ്ങനെ പർച്ചേസിങ്ങിന് ഞാൻ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. ഏറ്റവും നല്ല ബജറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപയ്ക്കാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവരെ കൈ കണ്ട് കൊടുക്കുക. 25,000 എന്ത് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ടെക്സ്റ്റൈൽസ് മുഴുവൻ നിങ്ങൾ വാങ്ങിക്കോളി. അല്ലാതെ അത് അവസാനം വരെ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കലല്ല. അവസാനം കണക്കൂട്ടുമ്പോൾ അതിലിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നെസ്റ്റോലും ലുലുലൊക്കെ കയറിയ മാതിരിയാണ് ബേജാറ്. ഞാൻ ഒരു ഇത് പറഞ്ഞോട്ടെ, നെസ്റ്റോ ബഷീർക്കന്റെ പാവം ഒരു നല്ല വില കുറച്ചൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബേജാറിന് നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബജറ്റ് ഇവിടെ നിന്നിട്ട് സംസാരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാന ബോധത്തോടു കൂടി പറയാവുന്ന ഒരു ജില്ലയാണ് ഈ പറയുന്ന തിരുവനന്തപുരവും, അതേപോലെ തന്നെ കൊല്ലവും, അതേപോലെ തന്നെ പത്തനംതിട്ടയും, ഈ പറയുന്ന കോട്ടയൊക്കെ. അഭിമാന ബോധത്തോടെ ആ കാര്യത്തിൽ നമ്മൾ പറയും ആ ജില്ലയെ. ഞാൻ അവരോടും പറയാറുണ്ട്. കാരണം ഇവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചുരുങ്ങിയത് ഇവിടെ ഒരു 15 ലക്ഷം രൂപ കടക്കി വെച്ചിട്ടുണ്ടാവും. എന്നാൽ അവിടുത്തെ കുട്ടികളെ കഥ അറിയോ? ഭർത്താവ് അയച്ചു കൊടുക്കുന്ന 25,000 രൂപ മാസത്തിൽ അയച്ചു കൊടുക്കണമെങ്കിൽ അതിന് 5,000 രൂപയ്ക്കെങ്കിലും കുറി കൂടിയിട്ട് അത് 5 ലക്ഷം രൂപയുടെ കുറിയാക്കിയിട്ട് ആ കുറി കൊണ്ടൊരു ചെറിയ സ്ഥലം വാങ്ങിയിട്ട് അത് പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ വിറ്റിട്ട് അങ്ങനെ ഉണ്ടല്ലോ റിയൽ എസ്റ്റേറ്റിൽ ചെറുതായിട്ട് പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഭർത്താവ് എല്ലാം പൂട്ടിയിട്ട് ഗൾഫിൽ നിന്ന് തകർന്നടിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോണ്ടായിരുന്ന ഒരുപാട് ബാഗ് ഉണ്ടായിരുന്നു, ഡ്രസ്സിന്റെ അച്ചാർ കുപ്പിയുടെ ഒക്കെ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രമേഹവും കൊളസ്ട്രോളും ഈ പറയുന്ന എല്ലാം കൂടി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഒരു പക്ഷേ ക്യാൻസറുമായി തിരിച്ചു വരുന്ന സമയത്ത് ഈ ഭാര്യ തിരിച്ചു കൊടുക്കുന്നത് എത്രയെന്നറിയോ? 1 കോടി രൂപയാണ്. ആ പെൺകുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ. കാരണം അവര് ഫിനാൻസിൽ തൊട്ട് കളിക്കില്ല. കാരണം നിങ്ങൾ അയച്ചു കൊടുത്തത് നിങ്ങൾ അറിയാതെ കുറിയിൽ ചേർന്നിട്ട് പറമ്പ് വാങ്ങിയിട്ട് അതൊക്കെ നിങ്ങൾ അറിയിക്കും. അവസാനം അത് മറിഞ്ഞു വരുമ്പോ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പ്രവാസം കഴിഞ്ഞ് വരുമല്ലോ, അല്ലെങ്കിൽ 30 കൊല്ലം കഴിഞ്ഞിട്ട് ആ സമയത്ത് വൃത്തിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത് ഇത്രയും സമ്പത്താണ്. അവിടുത്തെ പെൺകുട്ടികൾ മിടുക്കികളായതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. നമ്മൾ ഭർത്താവ് അഥവാ പീസൂരി വരിക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫോൺ കോൾ അങ്ങോട്ട് ചെല്ലും, നിങ്ങൾ വന്നിട്ട് ഇവിടെ ഞങ്ങളെന്താ ചെയ്യാന്ന്. ഇങ്ങനെ ബജറ്റിൽ തൊട്ട് കളിച്ചു നമ്മൾ. ബിസിനസ്സുകാർ തകരും. ഇത് അല്ലാഹുവിന്റെ സംവിധാനമാണ്. ബിസിനസ്സിൽ ചിലപ്പോൾ പ്രയാസം അതല്ലല്ലോ. ഇത് നമ്മുടെ നിവൃത്തി ഇല്ലായ്മ കൊണ്ടല്ല, നമ്മുടെ ആർത്തി കൊണ്ട്, വെറുതെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചത് കൊണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് മാമൂലുകളാണ് നമ്മൾ ഇത്ര തകർത്തെറിഞ്ഞത്. പഴയകാലം മുതൽ അങ്ങനെ തന്നെ. ഒരു ഏത് എളാപ്പാന്റെ മോളെ പേരക്കുട്ടിയുടെ കുട്ടി ഉണ്ടെങ്കിൽ അകന്നൊരു ബന്ധമായിരിക്കും ഉണ്ടാവുക. എന്നാലും മകനെ എന്താക്കും? കോക്കസിൻ ബ്രദേഴ്സ്, അതൊന്നും ഇവിടെ പറയാൻ തുടങ്ങിയിട്ടില്ല. അത്ര കോക്കസിനൊക്കെ ആയിരിക്കും. എന്നാലും അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഈ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടെ, ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ലക്ഷങ്ങൾ പഠിക്കുക.
ബർത്ത്ഡേ കഴിക്കാൻ പാടുണ്ടോ പാടില്ലേ, മതപരമായ ചർച്ച നടത്തേണ്ടതാണ്. ഞാൻ ക്യാമറയിൽ കൂടി പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ വേറെ പിന്നെ കുറെ താങ്ങലുകൾ വരും, നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞ അതിൽ ലക്ഷങ്ങൾ പൊട്ടിക്കുക. പൈസ ഉള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യരുത്. പൈസയുള്ളവർ പോലും അതിൽ നിന്ന് കുറച്ചൊന്നും മാറി. പിന്നെ ഈ പൈസയുമായി ബന്ധപ്പെട്ട കാര്യം എന്താ? പി വി വഹാബൊക്കെ വീട് വെച്ചു, അന്ന് 3 കോടി രൂപയായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളിയായ രാഷ്ട്രീയക്കാരൻ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. 1.5 കോടിയുടെ രൂപ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വഹാബിക്ക് അന്ന് മനോഹരമായ ഒരു മറുപടി കൊടുത്തു. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് എന്റെ കയ്യിൽ 300 കോടിയുണ്ട്. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചിട്ട്, അപ്പൊ അതല്ലാതെ എത്ര ഉണ്ടാവും ആലോചിച്ചാൽ 300 കോടിയുണ്ട്. കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഞാൻ വെക്കേണ്ടത് 600 കോടിയുടെ വീടാണ്. ആണോ അല്ലേ? ഇവിടെ 10 ലക്ഷം ഉള്ളവൻ എത്ര ലക്ഷത്തിന്റെ വീട് വെക്കുന്നത്? ചുരുങ്ങിയത് 20 ലക്ഷത്തിന്. 30 അങ്ങോട്ടാകുക എന്നല്ലാതെ അങ്ങോട്ടാവൂല. 600 കോടിയുടെ വീടാ വെക്കേണ്ടത്. ഞാൻ ഓരോ വർഷത്തിലും സക്കാത്ത് കൊടുക്കേണ്ടത് ആ 300 കോടിക്ക് 7.5 കോടി രൂപയാണ്. സക്കാത്ത് അങ്ങനെയാണല്ലോ. ആ 7.5 കോടിയുടെ പകുതി പോലും ഞാൻ എന്റെ വീട്ടിന് ചെലവഴിച്ചിട്ടില്ല. അപ്പൊ സമ്പത്തുള്ള ആള് 3 കോടി വെക്കുമ്പോ അയാളുടെ പിന്നിൽ ചിലപ്പോൾ 300 കോടി ഉണ്ടാവും. അതിന് 1% എടുത്തിട്ടാ വെച്ചിട്ടുള്ളത്. 5 നയാ പൈസക്ക് വകയില്ലാത്ത ഒരാൾ 1 കോടി വെക്കുന്നുണ്ടെങ്കിൽ അത് അതിനോട് ഈക്വൽ ആകൂല. നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ, അതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് ബജറ്റിൽ നമ്മൾ കളിക്കരുത്. അത് നമ്മളെ വല്ലാത്ത പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും. എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ പറയുന്ന ഗെയിമിൽ നിന്ന് നമ്മളെ കുട്ടികളെ മാറ്റി നിർത്തണമെങ്കിൽ, ഈ പറയുന്ന ബജറ്റ് വളരെ കൺട്രോൾ ആകണമെങ്കിൽ, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നല്ല രസകരമായ ഒരു ജീവിതം വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാഴ്ചപ്പാടുള്ള ആളുകളായി മാറണം. ആ കാഴ്ചപ്പാടിൽ ഒന്ന് അള്ളാഹുവിലേക്കുള്ള തിരിയല. മഹല്ലിൽ നമ്മൾ നല്ല കുപ്പായമിട്ട് നടക്കുമ്പോഴും നല്ല അവസ്ഥയിലൂടെ പോകുമ്പോഴും നമ്മൾ ഓർക്കണം അള്ളാഹുവിൽ നിന്ന് എത്ര വിദൂരത്താണ് എന്ന്. ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു അള്ളാഹുവുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കിയിട്ടില്ല. ആരോടാ പറഞ്ഞത്? വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി. ആകാശങ്ങളെ മുഴുവൻ ഒറ്റ കൈയിലിട്ട് അമ്മാനമാടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഒറ്റ കൈയിലിട്ട് അമ്മാനമാടും. ആ അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരു ലോകം നമുക്കുണ്ടാകും. അള്ളാഹുവിൽ സുജൂദ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാകണം. അള്ളാഹുവിൽ കരയാനും എന്തെങ്കിലും നല്ല കാര്യം കിട്ടുമ്പോൾ ശുക്ർ ചെയ്യാനുമുള്ള ഒരു ശേഷി നമുക്കുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ നിരക്കാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. പരീക്ഷണങ്ങൾ വരാം. പരീക്ഷണം വരുന്നത് ഹാലാത്തുകളാണ്. നമ്മുടെ അഭിലാഷങ്ങൾ വരാം. അഭിലാഷം വരൽ ഹാജാത്തുകളാണ്. ഹാജാത്തുകളുടെയും ഹാലാത്തുകളുടെയും തമ്പുരാൻ അള്ളാഹുവാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കി ഹാലാത്തിന്റെ തമ്പുരാന്റെ നേരെ, ഹാജാത്തിന്റെ തമ്പുരാന്റെ നേരെ തിരിയൽ ഏറ്റവും വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത് നമുക്കതാ ഉണ്ടാകണ്ട. നമ്മൾ ജസ്റ്റ് നിസ്കരിക്കുന്നു, ഒളു എടുക്കാൻ മടിയുണ്ടോ? നമ്മൾ നിഫാഖിന്റെ തട്ടിലാണ് എന്നാണ് അർത്ഥം. പ്രാർത്ഥിക്കാൻ നമുക്ക് മടിയുണ്ടോ? നിഫാഖിന്റെ അടുത്താണ് എന്നാണ് അർത്ഥം. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എത്ര പേര് ദുആ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ. എഴുന്നേറ്റ ഉടനെ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എത്ര പേര് ചൊല്ലി? സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കൂ. ബാത്റൂമിലേക്ക് കയറുമ്പോൾ മദ്രസയിൽ പഠിച്ചു വെച്ചത് നമ്മൾ മറന്നുപോയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ എന്നോട് പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞു. അദ്ദേഹം ഇതുമായി ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു എന്നോട്, സാർ നിങ്ങൾ പ്രഭാഷണത്തിൽ, അദ്ദേഹം നല്ലൊരു മുസൽമാൻ, നല്ലൊരു വിശ്വാസിയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളായ ആൾക്കാരോടെങ്കിലും പറയണം, അഥവാ ബാത്റൂമൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് ചെല്ലാൻ, അത് ചെല്ലാത്തതിന്റെ കെടുതികളാണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കണമെന്നാണ്. കാരണം മൂത്രമൊഴിക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ കിടപ്പുണ്ട്. അവര് ചൊല്ലിയോ ചൊല്ലിയില്ലോ എന്നതല്ല, അൽഹംദുലില്ലാഹില്ലദി ആഫാനി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി ദഹബ അന്നിൽ അദാ വആഫാനി എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണോ നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക്? ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. ചെയ്ത കാര്യത്തിന് ശുക്ർ ചെയ്യാത്തിടത്തോളം കാലം അല്ലാഹു മറ്റൊന്ന് നൽകുകയില്ല. ലഇൻ ശക്കർതും ലഅസീദന്നകും. നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ടോ? ആ രോഗങ്ങൾ വരുന്നതിന് മുമ്പേ രോഗം വരാതിരുന്നതിന്റെ ശുക്ർ നമ്മൾ ചെയ്തോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ശൃംഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സഹാബാക്കൾപ്പെട്ട സഹാബി പറയുന്നുണ്ട്, അഥവാ ശുക്ർ ചെയ്താൽ പിന്നെ അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല.
പ്രാർത്ഥിക്കണ്ടെന്നല്ലേ പറഞ്ഞ എല്ലാ പ്രാർത്ഥന അള്ളാഹുലേക്ക് തിരിയണം. പക്ഷേ ശുക്ർ ചെയ്താൽ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശുക്റുള്ള ഒരു ജീവിതം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്ക്രീൻ ടൈം, ആ സ്ക്രീൻ ടൈം മൊബൈല് പെട്ട്, TV പെട്ട്, പലതും പെട്ട്, ലാപ്ടോപ്പ് പെട്ട്, കമ്പ്യൂട്ടർ പെട്ടൊക്കെ പെട്ടതാണ് സ്ക്രീൻ ടൈം. ആ സ്ക്രീൻ ടൈം കുറച്ചു കൊടുക്കുക. പ്രൈം ടൈം എന്ന് പറയുന്ന ടൈം ഉണ്ട്. സ്ക്രീൻ ടൈം വേറുണ്ട്, പ്രൈം ടൈം ഉണ്ട്. എന്താ പ്രൈം ടൈം? ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് പ്രൈം ടൈം. തുടരുത് എന്നവരോട് പറയണം. ആ സമയത്ത് ഓതേണ്ടതുണ്ട്. നമുക്കൊക്കെ യാസീൻ എങ്ങനെ മനപ്പാടമായി, നമുക്ക് തബാറക എങ്ങനെ മനപ്പാടമായി, നമുക്ക് ഈ പറയുന്ന സൂറത്തുർ റഹ്മാൻ എങ്ങനെ മനപ്പാടമായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നത് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ അത് ചൊല്ലാതെ ഉറങ്ങരുത് എന്ന് പഠിപ്പിച്ച മാതാക്കൾ ഉണ്ടായിരുന്നു അന്ന് നമുക്ക്. ആ മാതാക്കൾ പറഞ്ഞു തന്നിട്ടാണ് ഇത് നമ്മൾ അന്നിങ്ങനെ ചൊല്ലിയിരുന്നത്, ഇന്നും തെറ്റാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും മാതാവ് പറയുന്നുണ്ടോ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇതൊന്ന് ചൊല്ലുകയെന്ന്? കുട്ടികൾക്ക് സ്ക്രീൻ ടൈം 18 മണിക്കൂറാണ്. 18 മണിക്കൂർ സ്ക്രീന് കണ്ടാലും ഈ ഒരു 3/4 മണിക്കൂർ നേരം ദീനിയായി ചെലവഴിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ആരാ അതിന്റെ ഉത്തരവാദി? ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കുട്ടി അവസാനം നമ്മളെ പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്, പിടിക്കുന്ന ഒരു പിടുത്തം. ഒരു കുട്ടി ആക്സിഡന്റ് പെട്ടിട്ട് വാപ്പയെ പിടിച്ചതുപോലെ ഞാൻ മുമ്പ് എന്തോ സൂചിപ്പിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് കിടന്നിട്ട് അവസാനം ICUയിൽ കിടന്നിട്ട് ഇങ്ങനെ പിടക്കാണ്. ആ പിടക്കുന്ന സമയത്ത് വാപ്പ ഇങ്ങനെ അരികിലേക്ക് വന്നപ്പോ മരിക്കാൻ പോണ മോന് ഇതാ ഇങ്ങനെ മാറത്തൊരു പിടുത്താണ്. എന്നിട്ട് വാപ്പനോട് പറഞ്ഞത്, വാപ്പ ഞാൻ മരിക്കും, പക്ഷെ ഞാൻ ദീനനുസരിച്ച് ജീവിച്ചിട്ടില്ല, എനിക്ക് പേടിയാവുണ്ട് മരിക്കാൻ, ഞാൻ ദീനനുസരിച്ച് ജീവിക്കാത്തതിന്റെ കാരണം നിങ്ങളാണ് എന്ന് സ്വന്തം പിതാവിനോട് പറഞ്ഞിട്ട് ആ കുട്ടി മരിച്ചത്. പഠിപ്പിക്കാൻ അയച്ചു, തെറിച്ച് നടന്നു, അതിലടക്ക് മദ്യപിച്ചു, അതിലടക്ക് മോശമായി നടന്നു. അപ്പോഴൊന്നും നോ പറഞ്ഞ ഡയറ്റ് ടു സേ നോ, നോ പറയാനൊരു ധൈര്യം കാണിക്കണം നമ്മൾ. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അചഞ്ചലമായ ഒരു പേഴ്സണാലിറ്റിയായി നമ്മൾ മാറണം. ഈ ഇരിക്കുന്ന ഓരോ ഉമ്മമാർക്കും വലിയ കാഴ്ചപ്പാടുണ്ടാകണം. അതിന്റെ പേര് നിഷ്കർഷമെന്നല്ല. രാവിലെ കുട്ടിയെ എഴുന്നേൽപ്പിക്കണം, എണീക്കട അവിടുന്ന്, സുബൈസ്കര അവിടുന്ന് അടിച്ചിട്ടല്ല. പകരം ആ കുട്ടിക്ക് അതിനു മുമ്പേ സ്വയമായി എഴുന്നേൽക്കാനുള്ള ഒരു ഹൃദയം ഫിറ്റ് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തം മാതാക്കൾക്കാണ്. അപ്പൊ അതെങ്ങനെ നിങ്ങൾ ചോദിക്കും? അത് കുട്ടിക്കാലത്തെ ചെയ്യണമെന്നൊരു പ്രോസസ്സിംഗ് ആണ്. കുട്ടി ഇങ്ങനെ വന്നിട്ടേ ഉമ്മ നിങ്ങളൊരു കഥ പറഞ്ഞു തരോ എന്ന് ചോദിക്കും. പൊയ്ക്കയ്യോ അവിടുന്ന്, എനിക്കൊരു കഥ. ഉമ്മ മൊബൈലിലാണ്, ഉമ്മക്ക് എവിടെ കഥ പറഞ്ഞു കൊടുക്കാൻ നേരം? അങ്ങനത്തെ ഉമ്മമാരുടെ കുട്ടികൾ കഥ കേൾക്കാത്തിടത്തോളം കാലം കുട്ടിക്കാലത്ത് കഥ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് കഥകളാണ്, സ്റ്റോറീസ് ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് പേഴ്സണാലിറ്റി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്റ്റോറീസ് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെന്ന് നിങ്ങൾ പറ. ഞാനിപ്പോ ഇവിടെ എന്തൊക്കെ പ്രസംഗിച്ചെന്ന് കുറച്ചേ ഞങ്ങൾ മറക്കും, പക്ഷെ ഇതിൽ പറഞ്ഞ കഥകൾ നിങ്ങൾ ഓർക്കും. സ്റ്റോറീസ് എന്നും മനുഷ്യൻ ഓർത്തു വെക്കും. അതുകൊണ്ടാണ് സ്റ്റോറീസ് ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ ആ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണെന്ന് നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതെങ്ങനെ ചെയ്തു കൊടുക്കുക? നമ്മളെ ഭർത്താവിന്റെ ഉമ്മനെ ആട്ടുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമ്മളെ ആട്ടാൻ പിന്നെ അവന്റെ ഭാര്യ വന്നാൽ മതിയല്ലോ. വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ചെറിയ കുട്ടി കട്ടിൽ കിടന്നിട്ട് നമ്മളെ ഉമ്മാൻ എന്തെങ്കിലും വഴക്കറിയുമ്പോ അല്ലെങ്കിൽ ഉപ്പൻ എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ അവരൊന്ന് മോശാക്കുമ്പോ നമ്മുടെ കുട്ടി കിടന്നിട്ട് ഇങ്ങനെ തൊട്ടിൽ കിടന്നിട്ട് കാലൊന്നും ആട്ടുന്നുണ്ടാവും. അത് വെറും ആട്ടലായിട്ട് നിങ്ങൾ കാണണ്ട. 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിന് നേരെ ചവിട്ടാനുള്ള പ്രാക്ടീസ് ഇന്ന് തൊട്ടിൽ നടക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോ, സ്വന്തം മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ ചെറിയ കുരുന്നുണ്ടല്ലോ, ആ കുട്ടി ഇങ്ങനെ ഒരു കാലാട്ടിൽ നിങ്ങൾക്ക് സിംബോളിക്, പടച്ചോൻ കാണിപ്പിക്കുന്ന ഒരു സിംബോളിസം. 18 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിന് നേരെ വരേണ്ടുന്ന കാലാണ്. കാരണം നമ്മുടെ മുൻഗാമികളോട് ചെയ്തത് പിൻഗാമികൾ നമ്മളോട് ചെയ്തിട്ടല്ലാതെ മരിക്കുമെന്ന് വിചാരിക്കേണ്ട. പല രീതിയിലാണ് അതിന്റെ ഘടകങ്ങൾ. അതുകൊണ്ട് കുടുംബത്തിലെ അന്തരീക്ഷം ഉണ്ടാക്കണം. കുടുംബത്തിലെ ഈ ബജറ്റിന്റെ അന്തരീക്ഷം പോലെ, സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ അന്തരീക്ഷം വൈകിയത് പോലെ, ഈ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകാതെ. അതിന് മഹല്ലിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. മഹല്ലിൽ ഒരു കൗൺസിലിംഗ് ഡെസ്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ 150 വീടേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ മാസത്തിലൊരിക്കലെങ്കിലും എന്നെ വിളിക്കരുതിട്ടോ, ഞാൻ ഇപ്പൊ കൗൺസിലിംഗ് ഒന്നും. ഏതെങ്കിലും ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കേസ് അനാലിസിസ് എന്ന് പറയും. ഏതെങ്കിലും കുട്ടികളുടെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്താക്കണം, നമ്മൾ മഹല്ലിൽ വെച്ചിട്ട് എന്താക്കണം, കൈകാര്യം ചെയ്യണം. ഒരു കുട്ടിയോട് പറയരുത് ഇന്നാളുടെ മകൻ MDM അടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്നാളുടെ മകൻ മദ്യപിക്കുന്ന, അങ്ങനെ ഒരാളോടും പറയരുത്.
പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ കുട്ടിനെ രഹസ്യമായി കൗൺസിലിംഗ് നടത്തണം. കൗൺസിലിംഗ് കൊണ്ട് നിൽക്കുന്നതല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകളുള്ള കൗൺസിലിംഗ്, തെറാപ്പി അറിയുന്ന കൗൺസിലിംഗ്, തെറാപ്പി ചെയ്യണം. തെറാപ്പി കഴിഞ്ഞിട്ടും പറ്റുന്നില്ലെങ്കിൽ മെഡിക്കേഷൻ അഥവാ മരുന്ന് കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് പറ്റുന്ന ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. അതൊക്കെ ഓരോരുത്തരുടെ ആഴത്തിനനുസരിച്ചിരിക്കും. ആ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് അത് മാറ്റിയിട്ട് വന്ന് പിന്നെ 6ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവൻ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണം. വീണ്ടും ആ പഴയ കൂട്ടുകാരിലേക്ക് വിടരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു പോകണം. മഹല്ലിന്റെ നിദാനം പറയുമ്പോൾ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോ നേരത്തെ മൂപ്പരെ കണ്ടപ്പോ ഷാഹിദേറ്റാണോ എന്ന് വിചാരിച്ചു ഞാനായിരിക്കുന്നത്. ഷാഹിദ് തിരുവള്ളൂരുണ്ടല്ലോ, ഏകദേശം ഫേസ് കട്ട് നിങ്ങളെ മാതിരി. പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോ വിചാരിച്ചു ഷാഹിദ് കൂടെ ഉണ്ടോ. ഷാഹിദ് സിവിൽ സർവീസുകാരനാണ്. അദ്ദേഹത്തിന്റെ മഹലിൽ അദ്ദേഹം പല പരിപാടിക്ക് എന്നെ കൊണ്ടുപോകാറുണ്ട്. ഏകദേശം മൂപ്പരെ തന്നെ കാണാനും, മൂപ്പരെ പോലെ തന്നെയാണ് കാണാനും. സിവിൽ സർവീസുകാരൻ അബൂബക്കർ സിദ്ദീഖ് ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ജാർഖണ്ഡിൽ കലക്ടറായിട്ടിരിക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ട അശ്വിൻ വളഞ്ചേരിക്കാരൻ. എത്ര കുട്ടികൾ അങ്ങനെ കയറിപ്പോകുന്നു. എന്റെ മൊബൈലിൽ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. ഡോക്ടർ അമീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഒരു ഉസ്താദിന്റെ 4 മക്കളാണ്. ഒരു ഉസ്താദിന്റെ 4 പെൺകുട്ടികൾ. മുമ്പ് എവിടെയോ കേട്ട സ്പീച്ചിൽ നിന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നു. ഹാർവാർഡിന്റെ ടെസ്റ്റ് എഴുതുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായി ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. ആ കുട്ടി ഇപ്പൊ US ഹാർവാർഡിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പടച്ചോനെ പെൺകുട്ടികൾ US പോകണം. അവള് പർദ്ദയാണിഞ്ഞ് മഫ്തയാണിഞ്ഞ് അതേ ഉസ്താദിന്റെ മോളായിട്ടാണ് അവിടെ കഴിയുന്നത്. ഹാർവാർഡ് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ മഹല്ലിൽ ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസത്തിന്. ഞാൻ പറയുന്നു, നമ്മൾ ഈ നാട്ടുകാർക്ക് ചെറുതൊക്കെ ആയിരിക്കും. ഈ നാട്ടുകാരാവുമ്പോ നമ്മളെ നാട്ടിൽ വരുമ്പോഴും നമ്മളെ ചിലപ്പോൾ നിങ്ങൾ ആദരിക്കണമായി. ചിലപ്പോൾ നമ്മളെ നാട്ടിലെപ്പോഴും നമ്മളിങ്ങനെ ഒന്നിച്ചുള്ളതല്ലേ. ഇതേപോലെ തന്നെ നമ്മളെ ഫൈസൽ ഭായി, അതേപോലെ തന്നെ ഈ പറയുന്ന ഇബ്രാഹിം സാഹിബ്, ഉസ്താദുമാര് മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു കരിയർ ഡെസ്ക് ഉണ്ടാക്കണം. ആ കരിയർ ഡെസ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം. അത് കഴിയുന്ന ആൾക്കാരായി. ഫൈസലിനൊക്കെ നന്നായിട്ട് അറിയാം. അതിനൊക്കെ നന്നായിട്ട് ഖത്തറിൽ പോയിട്ട് ഇതൊക്കെ മൂപ്പര് ചെയ്യാറുണ്ട്. പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ മഹല്ലിൽ അത് ഉണ്ടാകുമായിരിക്കും ചിലപ്പോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾക്കറിയോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എപ്പോഴാണെന്ന്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൈപ്പൊക്കിയാട്ടെ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ടെസ്റ്റ് എപ്പോഴാണ്? ഒരു കോമൺ ടെസ്റ്റാണ്. അറിയാത്തത് എന്തുകൊണ്ട്? നമ്മുടെ മഹല്ലിൽ സംവിധാനം ഇല്ലാത്തത്. മനസ്സിലായോ? അതറിഞ്ഞിരുന്നുവെങ്കിൽ ആ എക്സാമിനേഷൻ എഴുതിയിട്ട് ഈ പറയുന്ന അലിഗഡിലേക്കും മറ്റുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും നമ്മുടെ കുട്ടികൾക്ക് പോകാമായിരുന്നു. എയിംസിൽ പഠിക്കാൻ MBBS എത്രയാ ഫീസ് എന്നറിയോ? അറിയണവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കാൻ എത്രയാ ഫീസ് ഒരു കൊല്ലത്തേക്ക്? മാഷന്മാരായതുകൊണ്ടറിയാം. വെറും 1500 റുപ്യ. 1500 റുപ്യ ഒരു വർഷത്തേക്ക് ഫീസുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഉയർന്ന വിദ്യാഭ്യാസത്തിന് പൈസ അല്ല വേണ്ടത്. ഉയർന്ന വിദ്യാഭ്യാസത്തിന് ഈ സാധനം വേണ്ടത്. നിങ്ങളെ കയ്യിൽ 1000 കോടി റുപ്യ ഉണ്ടായാലും നിങ്ങളെ മകന് സിവിൽ സർവീസുകാരനാകാൻ പറ്റൂല. നിങ്ങളെ കയ്യിൽ 1000 കോടി ഉണ്ടായാലും ആക്ച്വറിയൽ സയന്റിസ്റ്റ് ആകാൻ പറ്റൂല. നിങ്ങളെ മകന്റെ കയ്യിൽ 10,000 കോടി ഉണ്ടായാലും ഒരു കുട്ടിക്ക് സയന്റിസ്റ്റ് ആകാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ എന്തിനാ പൈസ എന്തിനാ ആകണമെന്ന് നോക്കും. അത് വേറെയാണ്, ഇത് വേറെയാണ്. എത്രയോ ബിസിനസ്സുകാരുണ്ട് ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ. എന്നോട് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ, നിങ്ങൾ അത്ര ഒന്നും സംസാരിക്കാൻ പറ്റുന്ന കുറച്ചെന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചാട്ട്. എത്രയോ ബിസിനസ്സുകാർ ചോദിച്ചിട്ടുണ്ട്. ഭാഷ അറിയാത്തവരുണ്ട്, ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മക്കളോട് പറയണം, PG കഴിയാൻ എന്റെ 5 മക്കളോടും പറഞ്ഞിട്ടുണ്ട്. PG കഴിയാതെ നിങ്ങൾ ഒരിക്കലും വിദ്യാഭ്യാസം നിർത്തരുത്. PG കഴിയാതെ. 2 പേര് ഇപ്പൊ UK-യിലാണ്. ഞാൻ ആഗ്രഹിച്ചത് അവരെ UK-യിലെ ഇന്ന യൂണിവേഴ്സിറ്റിക്ക് വിടുന്ന ഞാൻ അവരെ കൊണ്ട് നിയ്യത്ത് വെപ്പിച്ചത് അവർക്ക് 5 വയസ്സുള്ളപ്പോഴാണ്. 5 വയസ്സ് 6 വയസ്സുള്ള സമയത്ത് അവർ ഡിസൈൻ ചെയ്ത പോലെ തന്നെ അവിടെ എത്തിയതാണ്. അത് ഞാൻ ഹിഫ്ളിന് ചേർത്തു. അത് മുഴുവനാക്കാൻ പറ്റിയില്ല, വേറെ കാര്യം. ദീനിയായിട്ട് കുറച്ച് പഠിപ്പിച്ചു. പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കളെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തണം. എന്നിട്ട് വെറും പൈസ വാങ്ങിക്കുന്ന വിദ്യാർത്ഥിയല്ലാതെ സമൂഹത്തിന് ഉതകുന്ന കുട്ടിയായി അവനെ മാറ്റണം. അതിന് നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനം ഉണ്ടാകും. കരിയർ ഡെസ്ക്, കൗൺസിലിംഗ് ഡെസ്ക് എന്നൊക്കെ അതിന് വിളിച്ചോളൂ നിങ്ങൾ. എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഓരോ ടെസ്റ്റ് വരുമ്പോ, നിങ്ങൾക്കറിയോ SI ടെസ്റ്റ് ഉണ്ട്. ഇതിലെ പല ആൾക്കാർക്കും ഡിഗ്രി കഴിഞ്ഞവർക്ക് നേരിട്ട് എഴുതാവുന്ന സാധനമാണ്. പോണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഇപ്പൊ കുറച്ച് സൈന്യത്തൊക്കെ കുറക്കാന്നാ പറഞ്ഞത്. പോട്ടെ, നമ്മൾ എത്ര പ്രാവശ്യം ഇവിടുത്തെ വില്ലേജ് ഓഫീസറുടെയും തഹസീൽദാറിന്റെ മുന്നിൽ തല ഉറിഞ്ഞ് നിന്നിട്ടുണ്ടാവും നാട്ടിൽ കഴിയുന്ന ആൾക്കാർ.
അതിന്റെ ടെസ്റ്റുകളില്ലേ? നമ്മളെ കുട്ടികൾ അത് ചെയ്യാറുണ്ടോ? ലെക്ചർഷിപ്പ് ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ 1.5 ലക്ഷം രൂപ സാലറിയുള്ള ഒരു സാധനമാണ് കോളേജ് ലെക്ചർഷിപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ കുട്ടികളും അതും മറ്റു സന്നാഹങ്ങളൊക്കെ വേറെ. ഏറ്റവും കൂടുതൽ സാലറിയുള്ള ഒരു പ്രൊഫൈലാണ്. ഇങ്ങനെ കുട്ടികൾ അതിലേക്ക്, ഇനി അത് പറ്റുന്നില്ല, നിങ്ങൾക്ക് വലിയ ബിസിനസ്സുകാരനാവണം, കുട്ടികൾ IML പഠിക്കട്ടെ, കുട്ടികൾ വലിയ വലിയ സെന്ററിൽ പോയി പഠിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം. ഇന്നലെ എന്നോടൊരു മുതലാളിയായിട്ടുള്ള നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു 40 കൊല്ലമായിട്ട് കുറെ പൊട്ടിയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, ഇപ്പൊ അൽഹംദുലില്ലാ എങ്ങനായി. പക്ഷെ നിങ്ങൾ അറിയോ, വെറും 4 കൊല്ലം കൊണ്ടാണ് ID ഫൈസൽ, ഒരാൾ മാത്രമൊന്നുമല്ല, അങ്ങനെ കുറെ ആൾക്കാർ, ID ഫൈസൽ 5000 കോടി ക്രോസ് ചെയ്തത്. എങ്ങനെയെന്നറിയോ? NIT കഴിഞ്ഞ് IIM ഒന്നും കഴിഞ്ഞിട്ടാണ് മൂപ്പർ ഇഡ്ഡലി തുടങ്ങിയത്. നമ്മളെ മാതിരി വെറും നെയ്യപ്പ് ഇഡ്ഡലി അല്ല തുടങ്ങിയത്. ആ ഇഡ്ഡലി പ്രത്യേകതയുണ്ട്. ആ ഇഡ്ഡലി വേറെ സാധനമാണ്. അത് NIT ഇറങ്ങിയ സാധന. ID ഫൈസൽ, ID മുസ്തഫ. ഫൈസൽ എന്ന് മാറിപ്പോയി, ഈ ഫൈസലിനെ പറഞ്ഞു ഫൈസൽ തന്നെ. ID മുസ്തഫ എങ്ങനെയായിന്നറിയോ? അത് അതിൻ്റെതായ ഒരു സിലബിയിലൂടെ കടന്നു പോയത്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വിദ്യാഭ്യാസത്തിലൂടെ ഇനി ബിസിനസ് പോലെ നടക്കുള്ളൂ. സാധനങ്ങൾ വാങ്ങി വിൽക്കലല്ല ഇനിയുള്ള കാലഘട്ടത്തിലെ പിന്നെ എന്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ, സാധനങ്ങൾ വാങ്ങി വിൽക്കലല്ല. ഒരുപാട് ഇപ്പൊ AI വരുന്നതോടുകൂടി വേറൊരു ലോകം തുറക്കാൻ പോവാണ്. വിദ്യാഭ്യാസത്തിന്റെ തോത് മാറാൻ പോവാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തണം. നമ്മളെ കുട്ടികളെ നല്ല എത്തിക്കലി വളർത്തണം, വാല്യൂസോട് കൂടി വളർത്തണം. ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കണം. അതിൽ ഇന്ത്യയിലാണെങ്കിൽ എയിംസ്, അതേപോലെ തന്നെ JEE കഴിഞ്ഞിട്ട് IIT, അതേപോലെ തന്നെ നീറ്റ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന വലിയ വലിയ പിന്നെ ക്യാമ്പസിലേക്ക്, മെഡിക്കൽ ക്യാമ്പസിലേക്ക്. ഇനി അതല്ല അതിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ സയന്റിസ്റ്റായി, അല്ലെങ്കിൽ സിവിൽ സർവീസുകാരനായി, അതിന്റെയും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ ശശി തരൂരിനെ പോലെ പഠിച്ചിട്ടുള്ള ആളുകളായി അദ്ദേഹം പിന്നെ എന്തായി എന്നുള്ളത് വേറെ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഫിഗർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നഷ്ടമോ കോട്ടമോ അതൊക്കെ വേറെ കാര്യം. അദ്ദേഹം UNOയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. നാളെ ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് കൈകാര്യം ചെയ്യേണ്ടവർ അവരായിരിക്കണം. ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബ സംഗമം എന്ന് പറയുന്നത് സാർത്ഥകമാകുന്നത്. അല്ലാതെ പഴയതുപോലെ എപ്പോഴും നാത്തൂന്റെയും പോരും പറഞ്ഞ്, വീട്ടിൽ അമ്മായിയും അമ്മോശനും തല്ലും പറഞ്ഞ് അങ്ങനെ കഴിയേണ്ടതല്ല കുടുംബ സംഗമങ്ങൾ. എന്റെ അഭിപ്രായത്തിൽ ഇനി നമ്മുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. 10 years, നെക്സ്റ്റ് 10 years എന്താണ്? എന്റെ മൂത്ത കുട്ടി എന്താകണം, രണ്ടാമത്തെ കുട്ടി എന്താണ്, മൂന്നാമത്തെ കുട്ടി എന്താകണം? നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാകണം. വീട്ടിലെ കുട്ടികളെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കരുത്, അവർക്ക് ഭക്ഷണം കൊടുക്കലാണ്, വസ്ത്രം കൊടുക്കലാണ്, പാർപ്പിടം കൊടുക്കലാണ്, വാഹനം കൊടുക്കലാണ്. അത് ബേസിക്സ് ആണ്. ആ ബേസിക്സ് ഇപ്പൊ നമുക്കൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ബേസിക്സ് ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായ സാധനം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും അടിസ്ഥാനമുണ്ട്. ഇനി അതിന്റെ മേലേക്കുള്ള സ്ഥാനമാണ്, അത് നെക്സ്റ്റ് ലെവലാണ്. ആ നെക്സ്റ്റ് ലെവലിലൂടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. അല്ലാതെ ബേസിക്സ് മാത്രം നിങ്ങൾ വീണ്ടും ചാറുക ചോറുക അത് വേണ്ടെന്നല്ല. ഇവിടെ പെൺകുട്ടികളുണ്ടല്ലോ, ചിലപ്പോ അത്ര സാമ്പത്തിക ഇല്ലാത്ത കുട്ടികളുണ്ടാകാം. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാലോ. അതിനാകെ വേണ്ടത് ഒരു ലാപ്ടോപ്പാണ്. ഞാൻ പറയുന്നു, ഇവിടുത്തെ സക്കാത്ത് കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അതിന് 4 മാസത്തെ കോഴ്സും കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക്. എന്റെ കെയർ ഓഫിൽ കുറെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. എനിക്കതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ബന്ധപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ആരെന്നെ വിളിക്കും വേണ്ട. പക്ഷെ നിങ്ങളത് കണ്ടെത്തണം. 50,000 രൂപ വരെ കുട്ടികൾക്ക് സാലറി. വീട്ടിൽ ആകെ 3 മണിക്കൂർ ജോലിയുള്ളൂ. ഒരു ഓഫീസിലും പോണ്ട, ഒരാളെയും കാണാനും പോണ്ട, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട്. കാരണം ഇനി ഭാവിയിലൊക്കെ ഓഫീസേ ഉണ്ടാവൂല. നിങ്ങൾ നോക്കിക്കോ. ഇന്ന് ഈ ജുബക്കാരന്റെ വാക്ക് നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചോ. ഭാവിയിൽ ഓഫീസ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് എന്തായിരിക്കും? വീട്ടിലായിരിക്കും. കാരണം ഓഫീസും അതിന്റെ സന്നാഹങ്ങളും അതിന് വാടക കൊടുക്കാനും ഈ കോർപ്പറേറ്റ് സെക്ടേഴ്സ് വല്ലാണ്ട് നിൽക്കില്ല. അവർക്ക് ചെറിയ ചെറിയ ഓഫീസ് ഉണ്ടാവുള്ളൂ. കണ്ട സ്റ്റാഫുകളെല്ലാം കൂടി ഇരിക്കണമെങ്കിൽ അവർ വീട്ടിൽ തന്നെ എന്താക്കും? ഓഫീസ് ഉണ്ടാക്കും. വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം. നമ്മൾ പറയുമ്പോൾ വർക്ക് അറ്റ് ആണ്, കമ്പനി പറയുമ്പോൾ വർക്ക് ഫ്രം ഹോം. അങ്ങനെയൊക്കെ ജോലി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തുടങ്ങാമല്ലോ. മെഡിക്കലിന്റെ കുറെ കാര്യങ്ങളുണ്ട്. കമ്പനിയുടെ പേരുകൾ, മെഡിക്കലിന്റെ പേരുകൾ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതി കുറച്ച് പണിയുണ്ട്. ആ 3 മണിക്കൂർ ടാർഗറ്റ് തരും, അതിന്റെ ഇടയിൽ തീർക്കണം. അപ്പൊ നിങ്ങൾ രാവിലത്തെ ജോലി കഴിഞ്ഞാൽ മക്കളെ ഒക്കെ അയച്ച് അതിന് ശേഷം കിട്ടുന്ന ഒരു വർക്ക് കൾച്ചറും കൂടി വരുന്നു. പെൺകുട്ടികൾക്ക് ജോലികൾ 25,000 രൂപ എന്തായാലും കിട്ടും മിനിമം. കാരണം എന്റെ നാട്ടിലൊരു പയ്യനുണ്ട്, നമ്മളെ നമ്മളെ പൊറ്റമ്മത്തെ അലിക്കാക്കാന്റെ മോന്റെ പേരെന്താ? ഷാനവാസ്. അവന് ചെയ്യുന്നത് US കമ്പനി വീട്ടിൽ, ഞങ്ങളെ കോന്നല്ലൂരെ വീട്ടിലിരുന്നിട്ട് അവൻ ചെയ്യണ US കമ്പനിയുടെ വർക്കാ. ടോപ്പ് സാലറിയാ. ഇതിന്റെ കാലമാണിപ്പോ.
ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഉസ്താദുമാരോട് നിങ്ങൾ ഉപദേശിക്കാന്ന് വിചാരിക്കും. മദ്രസ സമയം കഴിഞ്ഞ് പള്ളിയുടെ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ മദ്രസകൾ നടത്താം. അപ്പൊ അതിന്റെ ഒരു കാലഘട്ടമാണ്. വെറുതെ പറഞ്ഞല്ല, കുറച്ച് സമയം മെനക്കെട്ടിട്ട് കുറച്ച് കുട്ടികളെ, എത്ര ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ബാബാന്നാണ് എന്നെ വിളിക്കുക, ഖുർആൻ പഠിപ്പിക്കുകയാണ് ഓൺലൈനിലൂടെ. വലിയ പൈസ ഒന്നും വാങ്ങിക്കണമെന്നില്ല. പക്ഷെ ഇന്നാളെ ഞാൻ അവന്റെ ഫംഗ്ഷന് വേണ്ടിട്ട് പോയി. ഫംഗ്ഷന് പോയപ്പോ 58 വയസ്സായ ഒരു സ്ത്രീ ഹാഫിളത്തായിട്ടുണ്ട് അവിടെ, ഓൺലൈനിലൂടെ ഹിഫ്ള് ചെയ്തിട്ട്, ട്രെയിനിങ്ങിലൂടെ. വേറെ എന്റെ ഒരു സുഹൃത്തിന് ഞാൻ മിനിഞ്ഞാന്ന് പരിപാടി പങ്കെടുത്തിരുന്നു കോഴിക്കോട്. ഞാൻ അസി ഉണ്ടായിരുന്നു, എന്റെ കൂടെ അസി എപ്പോഴും ഉണ്ടാവും. അവര് പിന്നെ ഒരു സിനിമാ നടിനൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ദുരന്തം ഉണ്ടായത്. ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടിയിൽ 5000 ടീച്ചേഴ്സ് ഒക്കെ ഓൺലൈനിലൂടെ ആയിരുന്നു. 1.5 ലക്ഷം ടീച്ചേഴ്സിനെ പഠിപ്പിച്ചു. ഇപ്പൊ അവന്, എന്റെ നാട്ടുകാരനാണ്, ഹാരിസ് എന്ന അവന്റെ പേര്. അവരന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് 100 കോടി വാല്യൂ ഉള്ള കമ്പനിയായിട്ട് മാറിയത്. വെറും മൊബൈലിൽ നിന്നിട്ടുള്ള കളിയാണ്. കാലഘട്ടം ഏതാണ്, ലോകമേതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. 100 കോടി ക്രോസ് ചെയ്ത കമ്പനിയായി അവനന്ന് അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ആ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇടമേതാണെന്നറിയാം. എന്നെ ആ കാര്യത്തിൽ ചില ആൾക്കാർ മണ്ടന്മാരെന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോഴും യൂട്യൂബിൽ ഞാനെല്ലാം ഇടുന്നത്, ആരൊക്കെ വലിച്ചിടുകയാണ്. ഇപ്പൊ ഇതും നാളെ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഇടും, ഞാനിടുന്നില്ല. 56 രാജ്യത്ത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് പോയി. 56 രാജ്യത്ത് പോയ 560 വീഡിയോ എങ്കിലും വേണ്ടേ? ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനത് ഇപ്പൊ ഇന്നടുത്താന്ന് പറയണേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാനൊരു പൊട്ടനാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്ക് വേറെ വരുമാന മാർഗം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. പാർലമെന്റിന്റെ ഉള്ളിൽ പോയി, ഓസ്ട്രേലിയൻ പാർലമെന്റ്. ഞാൻ ഇ ടി ബഷീർ സാഹിബ് പാർലമെന്റ്, അതിന്റെ ഉള്ളിൽ നിന്നെങ്കിലും ഒരു വീഡിയോ എടുക്കണ്ടേ? എന്നോട് കുറെ ആൾക്കാർ പറയും എന്ത് പൊട്ടനാണ്. ഓസ്ട്രേലിയയിലെ പാർലമെന്റിന്റെ അകത്ത്, മെൽബൺ പാർലമെന്റ്. പിന്നെ അൽ ഹിന്ദിയരുടെ ഉണ്ട്. ഞാൻ അൽ ഹിന്ദിയരെ എടുക്കാനൊക്കെ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്സ് ഒക്കെ അവരൊക്കെ ഉണ്ടായത്. അപ്പൊ അവിടെ നിന്നെങ്ങാണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അവരോടൊന്നല്ലാതെ ഞാൻ ഇതുവരെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇപ്പൊ പെൺകുട്ടികളെ പരിപാടി എന്താ? പെൺകുട്ടികളെ പരിപാടി ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, ആണ്ടുവിടുക. കണ്ടന്റ് ഒന്നുമില്ല, ഒരു കണ്ടന്റ് ഉണ്ട്. ഞാൻ അതിനെ കളിയാക്കല്ല കേട്ടോ. ഏതോ ഒരു കുട്ടി പേപ്പറായിട്ട് ഇങ്ങനെ ചുരുട്ടി, അപ്പൊ അതിപ്പോ ശരിയാവും എന്ന് പറഞ്ഞു. പണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ കണ്ടുന്ന ആൾക്ക് തോന്നിയാൽ ശരിയായില്ല. അപ്പൊ ആ കുട്ടി നിഷ്കളങ്കമായ മനസ്സോട് കൂടി പറഞ്ഞ് ചിലപ്പം ശരിയാവും, ചിലപ്പം ശരിയാവില്ല. അതങ്ങട്ട് വൈറലായി. പിന്നെ കണ്ടത് ഖത്തറിൽ ഏതോ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ആ കുട്ടി പോണത്. ഞാൻ ആ കുട്ടിനെ കളിയാക്കല, കുട്ടി നിഷ്കളങ്കനായതുകൊണ്ട് അത്ര വൈറലായതാണ് കേട്ടോ. പാവം കുട്ടിയാണ്. തൊപ്പി ഉദാഹരണത്തിന്, ചിലപ്പോ നാളെ മൂപ്പരിനെ കളിയാക്കി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അദ്ദേഹം കുറെ 26 ലക്ഷം റുപ്യ മാസത്തിൽ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. തൊപ്പി മനസ്സിലായോ? ഇവിടെ 26 ലക്ഷം റുപ്യ മാസത്തിൽ വരുമാനമുള്ള മിക്ക ബിസിനസ്സുകാർ പോലും ഉണ്ടാവില്ല. നെഗറ്റീവായി ഇതിന്റെ കാലഘട്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പം കാണാൻ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഒക്കെ ഇടണം, എന്തെങ്കിലും ഖുർആന്റെ കാര്യങ്ങളൊക്കെ പാവിടുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ പാടിടും. ഞാൻ തൊപ്പി എന്നൊരു സിമ്പിൾ ആയിട്ട് പറയണേ, ഞാൻ മൂപ്പര മോശാക്കല്ല. ഇനിയുള്ള കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഈ മാതിരി കളിയൊന്നും അല്ലാതെ നല്ല ജോലി ചെയ്തുകൂടാ? നിങ്ങൾക്ക് വരുമാന മാർഗം, ഒരു ഭർത്താവ് ഗൾഫിൽ പോയിട്ട് ആകെ അധ്വാനിച്ചിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്റെ പെൺകുട്ടികളെ, നിങ്ങൾ നല്ല രീതിയിൽ, നിങ്ങൾ ആരുടെ മുമ്പിലും പോണ്ട, ഒരു ഓഫീസിലും പോണ്ട, കമ്പനി നിങ്ങൾക്ക് ചാർട്ടാണ്ട് തരും. ആ ചാർട്ടനുസരിച്ച് നിങ്ങളാണ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാസത്തിൽ നിങ്ങൾ അക്കൗണ്ടും കൊടുത്താൽ പൈസയും വരും. ഇനിയുള്ള കാലം അങ്ങനെയാണ്. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഈ പറയുന്നതിന് വേണമെങ്കിൽ എഴുതി വെച്ച ഞാനൊരു പിന്നെ പ്രവചിക്കല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് പറയാണ്. നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഇഷ്ടം പോലെ ഓഫീസുകൾ ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ വീട്ടുകളിൽ വരും. വീട്ടിൽ നിന്നിട്ട് കുട്ടികൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളത് തുടങ്ങിക്കോന്ന് ഞാൻ പറയാ, നല്ല അച്ചടക്കത്തോടെ. ഞാൻ പറഞ്ഞത് പരസ്യമായിട്ടല്ലല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോകണം എന്നല്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, ആൺകുട്ടികൾക്ക് ചെയ്യാം, പലർക്കും ചെയ്യാം, ഇവിടെയുള്ള യൂത്തിന് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്രിയേറ്റീവ് ആകും, ഉത്തരവാദിത്ത ബോധമുള്ളവരാകും. അങ്ങനെ ജോലിയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും മൂല്യത്തിന്റെ കാര്യത്തിലും പരസ്പരം സ്നേഹത്തിന്റെ കാര്യത്തിലും നമ്മുടെ വീട്ടിൽ ഒരാളും കരയാതെ ജീവിക്കണേ എന്ന് കൂടി പറയാം. കാരണം നമ്മുടെ മഹല്ല് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ വാർത്തെടുക്കേണ്ടുന്ന മഹല്ലാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും മോശമായ രീതിയിലേക്ക് വഴികെട്ട് പോകാതിരിക്കട്ടെ. അതിന് നിങ്ങൾ വലിയൊരു തടവ് പോലെ വെക്കണം. നിങ്ങൾ ഇവിടെ ടർഫ് തുടങ്ങിയാലും വേണ്ടില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും
പറയുന്നത് നിങ്ങൾ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിച്ചത് തുടങ്ങിക്കോ. അച്ചടക്കത്തോടെ നല്ല രസകരമായി ഞങ്ങൾ ഈ പാലക്കുളം മഹല്ലില് നിസ്കാരത്തിന്റെ സമയങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കളിക്കാൻ പറ്റൂല എന്നതാണ്, ബാക്കി എപ്പോഴും വന്നിട്ട് കളിക്കാം എന്നതാണ്. അപ്പൊ അതിന്റെ ചാർട്ടിന്റെ രസം ആ നിസ്കാരത്തിന്റെ തൊട്ടുമുമ്പ് അവസാനിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ പാലക്കുളം മഹൽ ഒരു പ്രത്യേക മഹല്ലുമാണ് കേട്ടോ. അങ്ങനെ ഉഷാറായിട്ട് കുട്ടികൾ വരുന്നു, വലിയവര് വരുന്നു. അവര് ചെയ്തൊരു പണിയും കൂടെ ഘട്ടങ്ങൾ നെട്ടും. പക്ഷെ അവർ തുടങ്ങിയ ചോദ്യം പറയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അതായത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം ജിമ്മ്, അവിടേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല. പെണ്ണുങ്ങൾക്ക് വരാം, ജിമ്മ് ചെയ്തിട്ട് പോവാം. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും എന്താ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ജിമ്മ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. അത് ഞാൻ തുടങ്ങിപ്പിച്ചൊന്നുമില്ല കേട്ടോ, അവര് തുടങ്ങിയത് പറയാൻ. ഈ സാധനത്തിന് എന്താ പറയാന്നറിയോ? നിങ്ങൾ ഈ കാലിന്റെ മസിലിന് ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്ന് കൈപ്പൊക്കട്ടെ. ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. സ്കാഫിന് എന്താ പേര് മോനെ? അല്ലേ, സെക്കൻഡ് ഹാർട്ട് അല്ലേ? ഇതിനെന്താ പറയാ? സെക്കൻഡ് ഹാർട്ട്. എന്താ സെക്കൻഡ് ഹാർട്ട്? രണ്ടാമത്തെ ഹൃദയം എന്നാണ്. ഈ സ്കാഫിന്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ഇങ്ങനെ നാക്കല്, അങ്ങനെ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടല്, അതിന് 8ഓളം സ്ട്രോങ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒന്ന് പ്രമേഹം കുറയും. ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്തിട്ട് ഈ സ്കാഫ് മസിൽ ഇതൊക്കെ ഇങ്ങനെങ്കിലും ഒന്ന് ഇളകണ്ടേ മനുഷ്യന്, ഇങ്ങനെങ്കിലും ഒന്ന് ഇളകണ്ടേ. അങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് ഇളങ്ങുമ്പോ നമ്മളെ മൂവ്മെന്റ് ഞാൻ എല്ലാ ദിവസവും മാഷാ അല്ലാഹ് ചെറുതായിട്ട് എക്സസൈസ് ചെയ്യലുണ്ട്. അവിടെ നമ്മളെ മൂവ്മെന്റ്, ഞാൻ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത്ര എനർജിയിൽ നിൽക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിന്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യും. എന്നോട് ചിലർ പറയാൻ, നിങ്ങൾ 20 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയല്ലോ കാണുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്യാം. എനിക്കിപ്പോ 49ാമത്തെ വയസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഇളകണം. ഇതൊക്കെ മഹലിന്റെ ഭാഗം. ഇവിടെ ടറഫ് വരികയാണെന്ന് പറയുമ്പോൾ ആകെ ഹാലിളകണ്ട, മനുഷ്യൻ ഇളകാനുള്ള ഒരു ഉപയുക്തമാണ്. ആ ഇളകൽ എന്ന് പറഞ്ഞ ഒരു ചിട്ടയാണ്. അതും കൂടി പറഞ്ഞുതരാം, ഒരു ചിട്ടയാണ്. കാരണം എക്സസൈസ് ജിമ്മിന് പോണ കുട്ടികളെ നമ്മൾ കളിയാക്കിയാലും രാവിലെ എണീറ്റ് പോകുന്നുണ്ടല്ലോ. ഓരോ നിസ്കരിക്കാനും കൂടി വന്നാൽ എന്തായി? ആത്മീയതയായി, ഫിസിക്കലുമായി. അതിന്റെ ഇടയിൽ സമൂഹത്തിനെ സഹായിക്കാൻ ഇറങ്ങിയാൽ ഇമോഷണലായി. അതിലടുത്ത് പഠിക്കാനും നല്ല ജോലിക്കും വേണ്ടി പുറപ്പെട്ടാൽ ഇന്റലക്ച്വലായി. ആകെയുള്ള 4 ഭാഗങ്ങൾ ഇതാണ്. ഒരാൾ ഫിസിക്കലി ഫിറ്റ് ആക്കണം, അയാൾ ഇന്റലക്ച്വലി ഫിറ്റ് ആയിരിക്കണം, അയാൾ ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം, അയാൾ സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ജിമ്മിന് പോയിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ ടറഫ് പോയിട്ട് നന്നായിട്ട് എക്സസൈസ് എടുക്കുന്ന ഒരാൾ തന്നെ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളാകണം. ഈ KMCC-കാരെ പോലെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് വലിയ ആഗ്രഹം അതുകൊണ്ടാണ്. കാരണം അവർ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യും. അത് ഇമോഷണലാണ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ വൈകാരികമാണ്. ആൾക്കാരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ നമ്മുടെ മതത്തിന്റെ ഭാഗമാണ്. ഒന്ന് ഫിസിക്കലാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗം. മറ്റൊന്ന് ഇമോഷണലാണ്. പിന്നൊന്ന് ഇന്റലക്ച്വലാണ്. ഭാഷ അറിയാത്ത വെറുതെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ജോലി ചെയ്യുക, നന്നായിട്ട് എഴുതുക, പ്രസംഗിക്കുക, പറ്റെങ്കിൽ അതിപ്രധാനമായ പ്രതിഭയായിട്ട് മാറുക. അത് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. ഇനി അതിന്റെ അബവ് ഓൾ, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് സ്പിരിച്വൽ കേപ്പബിലിറ്റി, നന്നായിട്ട് സ്പിരിച്വാലിറ്റി ഉള്ള ഒരാളായി മാറുക. എന്ന് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആള് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ നബാത്തി ഖുതുബയുടെ ഏട് ഇല്ല എങ്കിൽ, ചിലപ്പോൾ കാണാതാവുമല്ലോ, ഇല്ല എങ്കിൽ ഉസ്താദ് വിറച്ചു നിൽക്കുമ്പോഴും ആ മിമ്പറിൽ കയറിയിട്ട് ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ ഫഖദ് ലികുല്ലിഹിം ഫിദ്ദീൻ എന്ന് അറബിയിൽ നന്നായിട്ട് ഖുതുബ നടത്താൻ നിർവഹിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായി നമ്മുടെ കുട്ടി വളരുക എന്നതാണ്. അവൻ ഉറുദുക്കാരോട് സംസാരിക്കുമ്പോൾ ദുനിയ और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला दिन में रखी है, सिर्फ ये दिन में रखी है എന്ന് ഉറുദുവിൽ പറയുന്ന കുട്ടിയായിട്ട് മാറേണ്ടതാണ്. Almighty Allah subhanahu wa ta'ala puts all the success in this world and also hereafter only in the perfect deen എന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കേണ്ടി വന്നാൽ അത് പറയാൻ പറ്റുന്ന കുട്ടിയായി അവനെ വളർത്തണം. അവൻ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, ഇന്റലക്ച്വലി ഫിറ്റ് ആയിരിക്കണം, ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം. above all അല്ലാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുന്ന, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ജാജ്വല്യമാനമായ കുട്ടിയായിട്ട് മാറണം. അതിന് ഉമ്മയായിരിക്കണം, ഉപ്പയായിരിക്കണം. അതിഗൗരവത്തോടെ നമ്മുടെ കുട്ടികളെ വളർത്തണം. നമ്മുടെ കുട്ടികളെ 4 പ്ലാറ്റ്ഫോമിലൂടെ വളർത്തിയാൽ ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. നിങ്ങൾ വളർത്തുന്നത് അവസാനിപ്പിച്ചു കൊള്ളട്ടെ, സമയം ഒരുപാടായി. വെറും ഡോക്ടർ ആണെങ്കിൽ ഇന്റലക്ച്വലി അവൻ ഫിറ്റ് ആണ്, കുറച്ച് ഇമോഷണലി ഫിറ്റ് ആണ്, പക്ഷെ ഫിസിക്കലി അവൻ ഫിറ്റ് ആണോ നിങ്ങൾ നോക്കണം. സ്പിരിച്വലി ഫിറ്റ് ആണോ നോക്കണം. ചിലപ്പോൾ MBBS-ഉം PG-യും കഴിഞ്ഞിട്ടുണ്ടാകും. പള്ളിയിലേക്ക് പോകാത്ത നമ്മുടെ കുട്ടിയാണെങ്കിൽ അവനൊരിക്കലും നാളെയുടെ ലോകത്തിലേക്ക് ഒരുങ്ങിയിട്ടില്ല എന്നർത്ഥം.
അവൻ എഞ്ചിനീയർ ആകാം, IIT-യിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, അവന് നല്ല ജോബ് ഉണ്ടാകും, ഇന്റലക്ച്വലി ഫിറ്റ് ആണ്, ഒരു പക്ഷേ ഇമോഷണലി ഫിറ്റ് ആണ്, ചിലപ്പോ അവൻ ഫിസിക്കലി ഫിറ്റ് ആണ്, പക്ഷെ അവൻ സ്പിരിച്വലി ഫിറ്റ് അല്ല. അങ്ങനെ ആകരുത്. ഈ മഹല്ലിലെ എല്ലാ ആളുകളും, എല്ലാ കുട്ടികളും, എല്ലാ സ്ത്രീകളും ഫിസിക്കലി, ഇന്റലക്ച്വലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി പെർഫെക്റ്റ് ആയിട്ട് മാറണം. അതിനാകട്ടെ പുതിയ പള്ളിയുടെ തുടക്കം, പുതിയ പള്ളിയുടെ ആരംഭം. അങ്ങനെ ഈ മഹല്ല് എന്നും ഉയരങ്ങളിലേക്ക് പോയി നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സൗഹൃദവും കൊണ്ടുവന്ന് എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്ത് അതിമനോഹരമായി അള്ളാഹുവിലേക്ക് ചേരുന്ന ആളുകളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ക്ഷണിച്ചതിന് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മഹല്ല് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കിയതിന് എല്ലാ കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.